ഹരി ഓം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് വിനായകാഷ്ടകമാണ്. ഭഗവാൻ ഗണപതിയുടെ അഷ്ടകം. അഷ്ടകം എന്നാൽ 8 ശ്ലോകങ്ങൾ അടങ്ങിയിട്ടുള്ള സ്തോത്രം. ഭഗവാന് ഒരുപാട് അഷ്ടകങ്ങളുണ്ട്. അതിലൊന്നാണ് ഇത്. ഭഗവാന്റെ മഹിമയെയും വൈഭവത്തെയും നമ്മുടെ ഹൃദയത്തിലേക്ക് വാക്കിലൂടെ പ്രവേശിപ്പിച്ച് ഭഗവത് ഭക്തിയെ വർദ്ധിപ്പിച്ച് ഭഗവത് അനുഭൂതിയുടെ ഉയർന്ന തലത്തിലേക്ക് നമ്മെ ഉയർത്തി ഭഗവാന്റെ അനുഗ്രഹം സമ്പാദിപ്പിച്ച് ഈ ലോകത്തിലുള്ള എല്ലാ മംഗളങ്ങളെയും നേടാനുള്ള പ്രാപ്തിയെ നമുക്ക് ഈ സ്തോത്രം പ്രദാനം ചെയ്യുന്നു. അതുകൊണ്ട് ഇത് ചൊല്ലുകയോ കേൾക്കുകയോ മനനം ചെയ്യുകയോ ചെയ്താൽ എല്ലാ ഐശ്വര്യങ്ങളും നമുക്ക് ലഭിക്കും. അത്രയും ദിവ്യമായ ഒരു അഷ്ടകമാണ് ഇത്. നമുക്കിതിലെ ഓരോ ശ്ലോകവും ചൊല്ലി അതിൻ്റെ അർത്ഥത്തെ ഒന്ന് മനനം ചെയ്യാൻ ശ്രമിക്കാം. ഓം ശ്രീ ഗണേശായ നമഃ. അഥ ശ്രീ വിനായകാഷ്ടകം. ഏകദന്തം ഈശപുത്രം ആകുവാഹം ഈശ്വരം വിഘ്നസംഗധ്വാന്തസൂര്യം അന്തരായനായകം അച്യുതാദ്യശേഷദേവ പൂജിതാംഘ്രിപങ്കജം വിഘ്നശൈലവജ്രിനം വിനായകം നമാമ്യഹം. ഏകദന്തം. ഭഗവാന് ഒറ്റ കൊമ്പേ ഉള്ളൂ. ഭഗവാന്റെ ശിരസ് ആനയുടെ ശിരസ്സാണെന്ന് നമുക്കറിയാം. ആ ആനയുടെ ശിരസിൽ സാധാരണ 2 കൊമ്പുണ്ടാവാറുണ്ട്. എന്നാൽ ഭഗവാന് ഒറ്റ കൊമ്പേ ഉള്ളൂ. ഭഗവാൻ പരശുരാമനോട് യുദ്ധം ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് ഒരു കൊമ്പ് നഷ്ടപ്പെട്ടതാണെന്ന് ഒരു കഥയുണ്ട്. അതല്ല, മഹാഭാരതം രചിക്കുന്ന സമയത്ത് എഴുത്താണി ഒടിഞ്ഞു പോയ സമയത്ത് തൻ്റെ എഴുത്ത് നിർത്താൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് സ്വന്തം കൊമ്പിനെ പറിച്ചെടുത്ത് അദ്ദേഹം എഴുത്തു തുടർന്നു എന്നൊരു കഥയുണ്ട്. അങ്ങനെ പല കഥകളിലൂടെ ഭഗവാന് ഒരു കൊമ്പ് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. ചില കഥകളിൽ, ചില പുരാണങ്ങളിൽ ഭഗവാന്റെ ശിരസ് കൊണ്ടുവരുമ്പോൾ തന്നെ അതിലൊരു കൊമ്പേ ഉള്ളൂ. അതുകൊണ്ട് ഏകദന്തനായി അദ്ദേഹം ഭവിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ഭഗവാനെ ധ്യാനിക്കുന്ന സമയത്ത് ഒറ്റ കൊമ്പോട് കൂടിയാണ് ധ്യാനിക്കുന്നത്. ഭഗവാന്റെ അദ്വൈത ഭാവത്തെ സൂചിപ്പിക്കാൻ കൂടിയാണ് താത്വികമായിട്ട് ഈ ഒറ്റക്കൊമ്പിനെ പറയുന്നത്. 2 ഇല്ല, 1 ഉള്ളൂ എന്ന ഭാവത്തെ സൂചിപ്പിക്കാൻ. അപ്പം അതുകൊണ്ട് ഭഗവാൻ ഏകദന്തനാണ്. ഈശപുത്രനാണ് ഭഗവാൻ. ഈശൻ എന്നാൽ മഹാദേവൻ. മഹാദേവന്റെ മകനായിട്ടാണ് അവതരിച്ചത്. പാർവതിയുടെ ദേഹത്തിൽ ചാർത്തിയിട്ടുള്ള കുങ്കുമത്തിൽ നിന്നും പാർവതി ഉണ്ടാക്കിയ പുത്രനാണ് ഭഗവാൻ. മഹാദേവൻ അദ്ദേഹത്തിന് പുത്രസ്ഥാനം കൽപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഗണത്തിന്റെ നാഥനായി വാഴിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഈശപുത്രനാണ് ഭഗവാൻ. ആഖുവാഹം. ആഖു എന്നാൽ എലി. എലിയെ വാഹനമാക്കിയവനാണ് ഭഗവാൻ. എവിടെ സഞ്ചരിക്കുമ്പോഴും എലിയുടെ പുറത്തിരുന്നിട്ടാണ് സഞ്ചരിക്കുക. ഭഗവാൻ വളരെ വലിയ ദേഹത്തോടൊത്തവനാണ്, എന്നാൽ എലി വളരെ ചെറിയ ദേഹത്തോടൊത്തവനാണ്. അപ്പോൾ ഭഗവാനെ അതെങ്ങനെ താങ്ങുന്നുവെന്ന് ചോദിച്ചാൽ ഭഗവാന്റെ കൃപ കൊണ്ടാണ് എന്നൊരർത്ഥം. സൂക്ഷ്മമായി നോക്കിയാൽ ഭഗവാൻ ഒട്ടും ഭാരമില്ല. അദ്ദേഹം ഏറ്റവും സൂക്ഷ്മമായ പൊരുളാണ്. അത് സൂചിപ്പിക്കാൻ കൂടി വേണ്ടിയാണ്. നമ്മുടെ മുമ്പിൽ വളരെ വലിയ ആകാരത്തോടു കൂടി പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ രൂപം അതിസൂക്ഷ്മമാണെന്ന് സൂചിപ്പിക്കാൻ കൂടി അദ്ദേഹം എലിയെ വാഹനമാക്കിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മെ ഓരോ സ്ഥലത്തിലേക്കും എത്തിക്കുന്നത് നമ്മുടെ ആഗ്രഹങ്ങളാണ്. ഓരോ പ്രവൃത്തിയിലും നമ്മൾ ഏർപ്പെടുന്നത് ആഗ്രഹങ്ങൾ ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് വാഹനങ്ങളെ ആഗ്രഹത്തിൻ്റെ പ്രതീകമായിട്ട് സൂചിപ്പിക്കും. അപ്പോൾ ഭഗവാന്റെ വാഹനം എലിയാണെന്ന് പറയുമ്പോൾ ഏറ്റവും ചെറിയ വാഹനമാണ്. ഭഗവാന് ആഗ്രഹങ്ങൾ വളരെ കുറവാണ്. കാരണം നിത്യതൃപ്തനാണ്. സ്വയം ആനന്ദ സ്വരൂപനായിരിക്കുന്നവൻ, പൂർണ്ണനായിരിക്കുന്നവൻ വേറെ എന്തിനെ തേടാനാണ്? അതുകൊണ്ട് ഭഗവാൻ എലിയുടെ പുറത്തിരിക്കുന്നതായിട്ട് നമ്മൾ ധ്യാനിക്കുന്നു. ഈശ്വരം. ഭഗവാൻ എല്ലാം ഭരിക്കുന്നവനാണ്. ഈ പ്രപഞ്ചത്തിൽ എല്ലാ ശക്തികളെയും നിയന്ത്രിച്ച് അതിനെ നിലയ്ക്ക് നിർത്തുന്ന ശക്തി ഭഗവാന്റെയാണ്. അതുകൊണ്ട് ഈശ്വരനാണ്. വിഘ്ന സംഘധ്വാന്ത സൂര്യം. വിഘ്നങ്ങളാകുന്ന കൂട്ടങ്ങളുടെ ഇരുട്ടിനെ, ധ്വാന്തം എന്ന് പറഞ്ഞാൽ ഇരുട്ടാണ്. അപ്പൊ വിഘ്ന സമൂഹമാകുന്ന ഇരുട്ടിനെ ഇല്ലാതെയാക്കുന്ന സൂര്യനാണ് ഭഗവാൻ. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ഇരുട്ട് ഇല്ലാതെയാകും. അതുപോലെ ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് ലഭിച്ചാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ വിഘ്നങ്ങളും എല്ലാ തടസ്സങ്ങളും ഇല്ലാതെയാകും. ഇവിടെ വിഘ്നസംഘം എന്ന് തന്നെ പറയുന്നത് കൊണ്ട് എല്ലാ തടസ്സങ്ങളും നീങ്ങുമെന്ന് സൂചിപ്പിച്ചിരിക്കുന്നു.
കാരണം വിഘ്നങ്ങൾ കൂട്ടം കൂട്ടമായിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മെ അഭിമുഖീകരിക്കുന്നത്. ആ സമയത്ത് അതിൽ നിന്നും എല്ലാം രക്ഷ ഭഗവാന്റെ അനുഗ്രഹം സമ്പാദിച്ചാൽ നമുക്ക് നേടാം എന്നിവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് വിഘ്നസംഘധ്വാന്ത സൂര്യം അന്തരായ നായകം. അന്തരായ എന്ന ശബ്ദത്തിന് വിഘ്നം എന്നാണ് അർത്ഥം, തടസ്സങ്ങൾ എന്നാണ് അർത്ഥം. അപ്പോൾ അന്തരായ നായകം എന്ന് പറഞ്ഞാൽ തടസ്സങ്ങളെ നയിക്കുന്നവൻ, അതിനെ ഭരിക്കുന്നവൻ. ലോകത്തിൽ തടസ്സങ്ങളെ സൃഷ്ടിക്കുന്നതും ഭഗവാനാണ്, അതിനെ ഇല്ലാതെയാക്കുന്നതും ഭഗവാനാണ്. സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വേച്ഛയാൽ സൃഷ്ടിക്കുന്നു, തനിക്ക് തോന്നിയ പോലെ സൃഷ്ടിക്കുന്നു എന്നല്ല. പ്രപഞ്ചത്തിനൊരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥയിൽ ചിലത് തടസ്സങ്ങളായും ചിലത് അനുഗ്രഹങ്ങളായും ഭവിക്കും. അത് രണ്ടിനെയും നിയന്ത്രിക്കുന്നത് ഭഗവാൻ വിനായകനായതുകൊണ്ട് അദ്ദേഹം അന്തരായ നായകനാണ്. നമ്മൾ ആത്മീയമായ വഴിയിൽ സഞ്ചരിക്കുമ്പോഴും നമുക്കവിടെ തടസ്സമുണ്ടാവും. ആ തടസ്സങ്ങളെല്ലാം നമുക്ക് പാഠങ്ങളെ നൽകുന്നു, നമ്മെ ബലപ്പെടുത്തുന്നു. അപ്പോൾ വാസ്തവത്തിൽ ആ തടസ്സങ്ങളും അനുഗ്രഹങ്ങളാണ്. അപ്പോൾ ആ തടസ്സങ്ങളെ നൽകുന്നതും ഭഗവാനാണ്, പിന്നീട് അതിനെയെല്ലാം നീക്കി നമ്മെ കൂടുതൽ ഉയരത്തിലേക്ക് എത്തിക്കുന്നതും ഭഗവാനാണ്. അപ്പോൾ ജീവിതത്തിലെ തടസ്സങ്ങളിലും ഒരു അനുഗ്രഹമുണ്ടെന്ന് മനസ്സിലാക്കണം. തടസ്സങ്ങൾ വരുമ്പോൾ നിരാശപ്പെടാതെ അതിലും ഈശ്വരന്റെ കരസ്പർശം ഉണ്ടെന്ന് മനസ്സിലാക്കി അതിനെ അഭിമുഖീകരിക്കുമ്പോൾ, ഭഗവാനോടുള്ള ഭക്തിയെ ബലമായി പിടിച്ച് അതിലേക്ക് നീങ്ങുമ്പോൾ നമുക്കതിനെ തരണം ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് അന്തരായ നായകം എന്ന് ഭഗവാനെ വിളിച്ചിരിക്കുന്നു. അച്യുതാദ്യശേഷദേവ പൂജിതാംഘ്രി പങ്കജം. അച്യുത, അച്യുതൻ എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണു, ച്യുതിയില്ലാത്തവൻ മഹാവിഷ്ണു. ആദി എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണു തുടങ്ങിയവർ. മഹാവിഷ്ണു മാത്രമല്ല, മഹാവിഷ്ണു തുടങ്ങിയിട്ടുള്ള അശേഷ ദേവ, എല്ലാ ദേവന്മാരും. ആൾക്കാർക്ക് അവരുടെ ആഗ്രഹങ്ങളെ ദാനം ചെയ്യുന്നവരാണ് ദേവന്മാർ, പ്രകാശിക്കുന്നവരാണ് ദേവന്മാർ, ലോകത്തിൽ ക്രീഡിക്കുന്നവരാണ് ദേവന്മാർ. ഇങ്ങനെ എല്ലാം അർത്ഥത്തിലുള്ള ആ ദേവതകളെ മുഴുവൻ വിഷ്ണു ആദി എന്ന പദത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ വിഷ്ണു തുടങ്ങിയിട്ടുള്ള എല്ലാ ദേവന്മാരും അശേഷദേവ പൂജിതാംഘ്രി പങ്കജം, ആരുടെ പാദപത്മങ്ങളെയാണോ പൂജിക്കുന്നത് അത് അങ്ങ് തന്നെയാകുന്നു. അതായത് എല്ലാവരും ഇവിടെ കർമ്മം ചെയ്യുന്നവരാണ്. ദേവന്മാര് ഇവിടെ ഓരോ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ്. ആ പ്രവൃത്തി അവർക്ക് മംഗളമായി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലുള്ള എല്ലാ തടസ്സങ്ങളും നീങ്ങിക്കിട്ടണം. അതുകൊണ്ട് എല്ലാവരും ഭഗവാനെ, അതായത് വിനായകനെ ഉപാസിക്കുന്നു. വിനായകന്റെ അനുഗ്രഹം വാങ്ങിയിട്ടാണ് അവരെല്ലാവരും അവരവരുടെ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നത്. അതുകൊണ്ട് അവരെല്ലാം തന്നെ സദാ മനസ്സുകൊണ്ട് ഭഗവാന്റെ പാദപത്മങ്ങളെ ധ്യാനിച്ച് അതിനെ പൂജിക്കുന്നു. അപ്പോൾ ഭഗവാന്റെ പാദപത്മങ്ങൾക്ക് ചുറ്റും ഇത്രയും ദേവന്മാർ നിൽക്കുന്നതായിട്ട് നമുക്ക് ധ്യാനിക്കുന്ന സമയത്ത് സങ്കല്പിക്കാം. വിഷ്ണു, ബ്രഹ്മാവ് തുടങ്ങിയിട്ടുള്ള എല്ലാ ദേവന്മാരും അവിടെ വന്ന് ഭഗവാനെ ഉപാസിക്കുകയാണ്, അവരവരുടെ പ്രവൃത്തി മംഗളമായി ചെയ്യാൻ വേണ്ടിയിട്ട്. അത്രയും വലിയവർ ഉപാസിക്കുന്ന സമയത്ത് നമ്മളെ പോലെയുള്ള സാധാരണക്കാർ പിന്നെ ഉപാസിക്കേണ്ടേ എന്ന ഒരു ചോദ്യവും ആ പദത്തിലുണ്ട്. തീർച്ചയായും നമ്മളും ഭഗവാനെ ഉപാസിക്കണം. അച്യുതാദ്യശേഷദേവ പൂജിതാംഘ്രി പങ്കജം വിഘ്നശൈല വജ്രിനം. വജ്രിൻ എന്ന് വിളിക്കുന്നത് ഇന്ദ്രനെയാണ്. അപ്പോൾ വിഘ്നമാകുന്ന ശൈലത്തിന്റെ ഇന്ദ്രനായിരിക്കുന്നവൻ. ശൈലം എന്നാൽ പർവ്വതം. വിഘ്നത്തെ ഒരു വലിയ പർവ്വതമായി സങ്കല്പിച്ചാൽ അതിലെ ഇന്ദ്രനായിരിക്കുന്നവൻ. പർവ്വതത്തിന്റെ ഇന്ദ്രനായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പർവ്വതത്തിന്റെ രാജാവായിരിക്കുന്നു എന്നൊരർത്ഥം. പർവ്വതത്തിന്റെ രാജാവാകുമ്പോൾ അവിടെ മുഴുവൻ ഭരിക്കുന്നത് അദ്ദേഹമാണ്. അപ്പൊ വിഘ്നത്തെ ഭരിക്കുന്നവൻ അദ്ദേഹമാണ്. വിഘ്നങ്ങൾ ഉണ്ടാക്കുന്നതും ഇല്ലാതെയാക്കുന്നതും അദ്ദേഹം. ഇനി പർവ്വതങ്ങൾ പണ്ട് കാലത്ത് പറന്നു നടന്നിരുന്നുവെന്നും അതുകൊണ്ട് ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിരുന്നു എന്നും പുരാണങ്ങളിൽ കാണാം. ആ സമയത്ത് പർവ്വതങ്ങളുടെ ചിറകുകളെ മുറിച്ചത് ഇന്ദ്രനാണ്. എന്നിട്ട് അവരെ സ്ഥിരമായി ഒരു സ്ഥലത്ത് നിർത്തി. അപ്പൊ അതുപോലെ വിഘ്നങ്ങളാകുന്ന പർവ്വതങ്ങളുടെ ചിറകുകളെ മുറിച്ച് അവയെ ഉറപ്പിച്ചു നിർത്തുന്നവൻ, അതുകൊണ്ട് വിഘ്നശൈല വജ്രിനം, അങ്ങനെ ഇന്ദ്രനായിരിക്കുന്നവൻ എന്നർത്ഥം. അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേർക്ക് വരുന്ന വിഘ്നങ്ങളെയെല്ലാം ബലഹീനമാക്കി അകറ്റി മാറ്റി നമുക്ക് സുഖമായ യാത്രയെ പ്രദാനം ചെയ്യുന്നവൻ വിഘ്നശൈല വജ്രിനം വിനായകം. വിശേഷേന നയിക്കുന്നവനാണ് വിനായകൻ. വിശേഷേന നയിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം നയിക്കുന്നവിടത്തേക്കാണ് നമ്മൾ പോകേണ്ടത്. സാധാരണ നായകന്മാരെല്ലാം അവർക്കിഷ്ടമുള്ള വഴിക്ക് നമ്മളെ കൊണ്ടുപോകും. എന്നാൽ ഭഗവാൻ നമ്മൾ ഏത് വഴിക്കാണോ പോകേണ്ടത് കൃത്യമായി ആ വഴിയിലൂടെ നമ്മെ കൊണ്ടുപോകും. അതുകൊണ്ട് ഭഗവാനെ അനുഗമിക്കുന്ന സമയത്ത് പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി അനുഗമിക്കാം.
നമ്മൾ നമ്മുടേതായ ബുദ്ധിയെ പ്രവർത്തിപ്പിച്ചുകൊണ്ട് സമയം കളയേണ്ട ആവശ്യമില്ല. ശരണാഗതി പൂർണ്ണമായി നേടിയാൽ ഭഗവാൻ എങ്ങോട്ട് നയിക്കുന്നുവോ അങ്ങോട്ട് ചെല്ലുക. എല്ലാ മംഗളങ്ങളും അതുകൊണ്ട് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് വിനായകനാണ്. വിനായക ശബ്ദത്തിന് വിനയമുള്ളവൻ എന്ന അർത്ഥവുമുണ്ട്. ഭഗവാൻ പൂർണ്ണനാണ്. പൂർണ്ണതയുള്ളവർക്ക് അഭിനയമുണ്ടാവുകയില്ല. ലോകത്തിന്റെ മുമ്പിൽ താൻ ഒരാളാണെന്ന് സ്ഥാപിക്കാൻ അവർ ശ്രമിക്കുകയില്ല. ലോകത്തിന്റെ ആദരവ് നേടാനായിട്ട് ഒന്നും കാട്ടിക്കൂട്ടില്ല. മനസ്സ് അപൂർണത അനുഭവിക്കുമ്പോഴാണ് നമ്മൾ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നത്, വിനയം വിട്ട് പ്രവർത്തിക്കുന്നത്, അഹങ്കാരം കാണിക്കുന്നത്. അസുരന്മാരൊക്കെ അഹങ്കാരം കാണിക്കുന്നുണ്ട്. അതിനുള്ള കാരണം അവരുടെ ഉള്ളിൽ നിറവില്ല. അവർക്ക് ബലമുണ്ട്, പക്ഷെ നിറവില്ല. അവർ പൂർണ്ണതയെ അനുഭവിക്കുന്നില്ല. അപ്പൊ അത് അവരുടെ ഉള്ളിൽ പല സംശയങ്ങളും ഭയത്തിനെയും ജനിപ്പിക്കുന്നു. ആ ഭയമാണ് അഹങ്കാരമായിട്ട് പുറത്തേക്ക് വരുന്നത്. പലപ്പോഴും അവരവരുടെ കഴിവിൽ സംശയിക്കുന്നവരാണ്. അപ്പൊ അതുപോലെയുള്ള ആൾക്കാർ പണ്ട് പുരാണങ്ങളിലുമുണ്ട്, രാക്ഷസന്മാരായിട്ടൊക്കെ ഇന്ന് ലോകത്തിലുമുണ്ട്. അവര് പുറമേക്ക് പലതരത്തിലുമുള്ള അഹങ്കാരത്തെ പ്രദർശിപ്പിക്കും. എന്നാൽ ഭഗവാൻ പൂർണ്ണനാണ്. ഭഗവാൻ പൂർണ്ണനായതുകൊണ്ട് തന്നിൽ തന്നെ രമിക്കുന്നവനാണ്. ഭഗവാന് ആരുടെയും സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. ലോകം തന്നെ ആരാധിച്ചാലും ഇല്ലെങ്കിലും ഭഗവാൻ ഒരുപോലെയാണ്. കാരണം തന്നെ അറിയുന്നവർ തന്നെ ആരാധിക്കും, തന്നെ അറിയാത്തവർ തന്നെ വിസ്മരിച്ചു നടക്കും. അത് പ്രപഞ്ച നീതിയാണ്. അതിനെ അതിൻ്റെ പാട്ടിൽ അദ്ദേഹം വിട്ടിരിക്കുന്നു. അതുകൊണ്ട് വിനായകനാണ്. ഈ ഭഗവാനെ ആര് ശരണം പ്രാപിക്കുന്നുവോ അവർക്കും ഭഗവാൻ വിനയം പ്രദാനം ചെയ്യും. കാരണം ഏതൊരു ഭാവത്തെയാണോ നമ്മൾ സദാ ധ്യാനിക്കുന്നത് ആ ഭാവം നമ്മിലും പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും. അപ്പൊ നിരന്തരമായി ഭഗവാനെ ഉപാസിക്കുന്ന ആൾക്കാർക്ക് വിനയമുണ്ടാവും. അപ്പൊ ഭഗവത് ഉപാസനയിൽ മുഴുകിയിട്ടുള്ള ഒരു വ്യക്തി തനിക്ക് പുരോഗതി ഉണ്ടോ എന്ന് അന്വേഷിക്കുകയാണെങ്കിൽ ഈ ലക്ഷണം നോക്കിയാൽ മതി. അയാൾക്ക് വിനയമുണ്ടോ? മറ്റുള്ളവരോട് ഇടപഴകുന്ന സമയത്ത് വിനയം പ്രദർശിപ്പിക്കുന്നുണ്ടോ? അത് ആത്മാർത്ഥമായ വിനയമായിരിക്കണം. ഉള്ളിലൊന്നും പുറത്തൊന്നുമല്ല. തൻ്റെ ഉള്ളിൽ തന്നെ ആ വിനയത്തെ അനുഭവിച്ച് ആ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഭഗവാനോടുള്ള ഭക്തി വർദ്ധിച്ചിട്ടുണ്ട്, ഭഗവത് അനുഭൂതി സിദ്ധിച്ചിട്ടുണ്ട്, ഭഗവാന്റെ കടാക്ഷം ലഭിച്ചിട്ടുണ്ടെന്ന് ഉറപ്പിക്കാം. അതുകൊണ്ട് വിനായകം, അങ്ങനെയുള്ള ഭഗവാനെ നമാമ്യഹം, അഹം നമാമി, ഞാൻ നമിക്കുന്നു. ഈ അവസാനത്തെ വരി, അതായത് വിഘ്നശൈല വജ്രിനം വിനായകം നമാമ്യഹം, ഇതെല്ലാ ശ്ലോകത്തിലും കൂട്ടിച്ചേർത്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും അവസാന വരി ഇത് തന്നെയാണ്. ഇതാണ് ആദ്യത്തെ ശ്ലോകം. ഏകദന്തമീശപുത്രമാഖുവാഹമീശ്വരം വിഘ്നസംഗധ്വാന്ത സൂര്യമന്തരായ നായകം അച്യുതാദ്യശേഷദേവ പൂജിതാംഘ്രി പങ്കജം വിഘ്നശൈല വജ്രിനം വിനായകം നമാമ്യഹം. അടുത്തത് രണ്ടാമത്തെ ശ്ലോകമാണ്. കാമരൂപധാരിണം നാഗയജ്ഞസൂത്രിണം കുങ്കുമോത്ഥകായ കാന്തിശോഭിതം വരാനനം കാഞ്ചനാഭിഭാസ്വരം ച വാസവാദിവന്ദിതം വിഘ്നശൈലവജ്രിനം വിനായകം നമാമ്യഹം. അഹം നമാമി, ഞാൻ നമിക്കുന്നു. ആരെയാണ് ഞാൻ നമിക്കുന്നത്? കാമരൂപധാരിണം. കാമം എന്നാൽ ആഗ്രഹങ്ങൾ. താൻ ആഗ്രഹിക്കുന്നതിനനുസരിച്ചുള്ള രൂപത്തെ ധരിക്കാൻ ശേഷിയുള്ളവനാണ് ഭഗവാൻ. കാരണം ഭഗവാൻ അരൂപിയാണ്, സർവശക്തനാണ്. അദ്ദേഹത്തിന് സ്വന്തമായ ഒരു രൂപമോ നാമമോ ഭാവമോ ഇല്ല. കാരണം രൂപം, നാമം, ഭാവം എന്നെല്ലാം പറയുന്നത് പരിമിതിയാണ്. പരിമിതി ഇല്ലാത്തവനാണ്, അപരിമിതനാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാന് സ്വന്തമായ നാമരൂപങ്ങൾ ഒന്നുമില്ല. അദ്ദേഹം അവ്യക്തനാണ്. ആർക്കും ധ്യാനിച്ച് എത്തിപ്പെടാൻ പറ്റാത്ത ഭാവത്തിലുള്ളവനാണ്. മനസ്സിന് എത്തിപ്പെടാൻ പറ്റാത്ത ഭാവത്തിലുള്ളവനാണ്. എന്നിരുന്നാലും ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് ഭഗവാൻ ഓരോ ഭാവത്തെ സ്വീകരിക്കുന്നു. അപ്പൊ ഇവിടെ കാമരൂപധാരിണം എന്ന് പറയുമ്പോൾ നമ്മൾ ഉപാസിക്കുന്ന എല്ലാ ദേവതകളായും ശോഭിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. ഭക്തിയുടെ സാരം ഇതിലുണ്ട്. നമ്മൾ പലതരത്തിൽ ഉപാസിക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ എല്ലാ ഉപാസനകളും അവസാനം ചെന്നെത്തുന്നത് ഒരേ പൊരുളിലാണ്. കാരണം ഇവിടെ ഒന്നേ ഉള്ളൂ. ഇത് ഉറപ്പിക്കാതെ ഉപാസിക്കുന്നവർക്കൊരിക്കലും ഉപാസനയിൽ പൂർണ്ണതയുണ്ടാവുകയില്ല. അവർക്ക് ഭയമുണ്ടാവും. ഭയമുള്ളിടത്ത് ചൂഷണം ഉണ്ടാവും. ആൾക്കാർ നമ്മളെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കും. കാരണം നമ്മൾ ഭീതരാണ്. എന്നാൽ ഒന്നേ ഉള്ളൂ. നമ്മുടെ ഏറ്റവും ആദ്യകാലത്തുണ്ടായ കൃതി, അതായത് നമ്മുടെ ധർമ്മത്തിന്റെ അടിത്തറ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന വേദം. ആ വേദത്തിൽ തന്നെ ഏറ്റവും ആദ്യം ഉണ്ടായ വേദം എന്ന് പറയുന്നത് ഋഗ്വേദം. അതിലുള്ള മന്ത്രമാണ് ഏകം സത് വിപ്രാ ബഹുധാ വദന്തി. സത്ത്, ഉള്ളത് ഒന്നേ ഉള്ളൂ.
അവിടെ ഈശ്വരൻ ഒന്നേ ഉള്ളൂ എന്ന് പോലുമല്ല, ഉള്ളത് ഒന്നേ ഉള്ളൂ. സത്ത് എന്ന് പറഞ്ഞാൽ ഉള്ളത് ഉണ്മ, അതൊന്നേ ഉള്ളൂ. ഇവിടെ ഒന്നേ ഉള്ളൂ, രണ്ടില്ല. രണ്ടുണ്ടെന്നുള്ളത് നമ്മുടെ അനുഭവമാണ്. ആ അനുഭവത്തെ അംഗീകരിക്കാതെ നമുക്കിവിടെ വ്യവഹരിക്കാൻ പറ്റില്ല. അപ്പോൾ വ്യവഹരിക്കുന്ന സമയത്ത് ദ്വൈതമുണ്ടെങ്കിലും വൈവിധ്യമുണ്ടെങ്കിലും ഒന്നേ ഉള്ളൂ എന്ന ബോധം ഭക്തനിൽ ഉറയ്ക്കണം. അതുകൊണ്ടാണ് കാമരൂപധാരിണം എന്ന നാമം തന്നെ ഭഗവാന് കൊടുക്കുന്നത്. കാരണം നമ്മൾ കാണുന്ന രൂപങ്ങളെല്ലാം ഭഗവാന്റേതാണ്. അപ്പൊ ഉപാസനയിൽ നമ്മുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന, എളുപ്പത്തിൽ നമുക്ക് പ്രാപ്യമായി തോന്നുന്ന ഭാവത്തിൽ ആരാധിക്കാം. അത് ഏത് ഭാവമായിക്കൊള്ളട്ടെ, അവിടെ ആരാധിക്കപ്പെടുന്ന പൊരുൾ ഒന്ന് തന്നെയാണെന്നുള്ള ബോധം നമ്മിൽ ഉറച്ചിരിക്കണം. അങ്ങനെ ഉപാസിക്കുന്ന സമയത്ത് നമുക്ക് അഭയമുണ്ടാവും. ഉപാസനയുടെ ലക്ഷണം അഭയമാണ്, ഭയരാഹിത്യമാണ്. ഭയമുണ്ടെങ്കിൽ ഉപാസന പൂർണ്ണമല്ല, അവിടെ എന്തോ കുറവുണ്ട്. അതെന്താണെന്ന് കണ്ടു മനസ്സിലാക്കി നികത്തണം. അപ്പൊ ഭഗവാനെ എല്ലാ രൂപത്തിലും കാണണം എന്ന സൂചനയാണ് ഇവിടെയുള്ളത്. ഭഗവാൻ അരൂപനാണ്, അനാമിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ നാമങ്ങളും രൂപങ്ങളും ധരിക്കുന്നവനാണ്. ഇപ്പൊ ഇവിടെ ഉപാസനമൂർത്തികളായി പ്രത്യക്ഷപ്പെടുന്നു എന്ന് മാത്രമല്ല, എല്ലാമായി പ്രത്യക്ഷപ്പെടുന്നതും ഭഗവാനാണ്. നമ്മളായും, അതായത് ഉപാസകനായും, ഉപാസ്യമൂർത്തികളായും, പ്രപഞ്ചമായും, വൃക്ഷലതാദികളായും, നദികളായും, സമുദ്രമായും, മേഘങ്ങളായും, സൂര്യനായും, ചന്ദ്രനായും എല്ലാമായി പ്രകടമാകുന്നത് അദ്ദേഹമാണ്. അതുകൊണ്ട് എല്ലാ രൂപത്തെയും ധരിച്ചിരിക്കുന്നത് അദ്ദേഹമാണ്. കാമരൂപധാരിണം എന്ന അദ്ദേഹത്തിന് നാമം. നാഗയജ്ഞസൂത്രിനം. യജ്ഞസൂത്രം എന്ന് പറഞ്ഞാൽ യജ്ഞോപവീതം, യജ്ഞം നടത്താനുള്ള അധികാര ചിഹ്നമായിട്ടാണ് അതിനെ പറയുക. വേദകാലത്തൊക്കെ മേൽമുണ്ടെടുത്ത് ആ യാഗം നടത്തുന്ന സമയത്ത് മാത്രം ധരിച്ചിരുന്നതാണ്. പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് സ്ഥിരമായി യജ്ഞോപവീതമൊക്കെ ധരിക്കുന്ന സമ്പ്രദായം ഉണ്ടായത്. ഇവിടെ ഭഗവാൻ യജ്ഞോപവീതമായിട്ട് ധരിച്ചിട്ടുള്ളത് നാഗത്തെയാണ്. ഒരു നാഗത്തെ യജ്ഞോപവീതമായിട്ട് അദ്ദേഹം ധരിച്ചിരിക്കുന്നു. നാഗം എന്ന് പറയുന്നത് പ്രാണനെ സൂചിപ്പിക്കുന്ന ഒരു ചിഹ്നമാണ്. യോഗശാസ്ത്രങ്ങളിലെല്ലാം പ്രാണന്റെ ആ ഊർജത്തിന്റെ പ്രതീകമായിട്ട് നാഗത്തെ പറയും. അപ്പോൾ നാഗത്തെ യജ്ഞോപവീതമായി ധരിച്ചു എന്ന് പറഞ്ഞാൽ ഭഗവാൻ പ്രാണനെ നിയന്ത്രിച്ചു നിർത്തുന്നവനാണെന്ന്. തൻ്റെ പ്രാണനെ എന്നർത്ഥത്തിലല്ല, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാവരുടെയും പ്രാണനെ നിയന്ത്രിച്ചു നിർത്തുന്നവൻ ഭഗവാനാണ്. ഭഗവാന്റെ നിയന്ത്രണമുള്ളത് കൊണ്ടാണ് നമ്മുടെ പ്രാണൻ കൃത്യമായി ചലിക്കുന്നത്. നമ്മുടെ ദേഹത്തിൽ 5 തരത്തിൽ പ്രാണന്റെ പ്രവർത്തനങ്ങളെ അറിയുന്നു. ആ 5നും നമ്മൾ ഓരോരോ പേര് കൽപ്പിക്കുന്നുണ്ട്. പ്രാണൻ, അപാനൻ, വ്യാനൻ, സമാനൻ, ഉദാനൻ എന്ന 5 രീതിയിൽ നമ്മൾ കൽപ്പിക്കുന്നുണ്ട്. ആ കൽപ്പിക്കുന്ന പ്രാണങ്ങൾ മുഴുവൻ അതിൻ്റെതായ ഒരു രീതിയിലാണ് പ്രവർത്തിക്കുന്നത്, നമ്മുടെ ഇഷ്ടത്തിനല്ല. അപ്പോൾ നമ്മൾ ആ പ്രാണനെ നിരീക്ഷിക്കുമ്പോൾ ആ പ്രവൃത്തിയിലൂടെ നമുക്കൊരു ശക്തിയുടെ സാന്നിധ്യം അറിയാൻ പറ്റും. ആ പ്രാണനെ എങ്ങനെ ചലിപ്പിക്കുന്ന ശക്തി, ആ ശക്തി ഭഗവാനാണെന്ന് സൂചിപ്പിക്കാൻ അദ്ദേഹം നാഗത്തെ, പ്രാണനെ യജ്ഞോപവീതമായിട്ട് ധരിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ സമർപ്പണമാണ് ഈ വിശ്വം മുഴുവൻ, അദ്ദേഹത്തിന്റെ യജ്ഞമാണ് ഈ വിശ്വം. അപ്പൊ ഈ വിശ്വമാകുന്ന യജ്ഞത്തെ നടത്താൻ വേണ്ടി അദ്ദേഹം യജ്ഞോപവീതമായി പ്രാണനെ ധരിച്ചിരിക്കുന്നു. അപ്പൊ നമുക്കെല്ലാം ഇവിടെ പ്രവർത്തിക്കാൻ പറ്റുന്നത് നമ്മിൽ പ്രാണസഞ്ചാരം ഉള്ളത് കൊണ്ടാണ്. ആ പ്രാണനെ നമുക്ക് നൽകി അതിനെ നിയന്ത്രിച്ചു നിർത്തുന്നത് അദ്ദേഹം ആയതുകൊണ്ടാണ് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നത്. നമ്മുടെ എല്ലാം പ്രവൃത്തി തന്നെയാണ് വിശ്വമാകുന്ന യജ്ഞം. അപ്പോൾ ആ യജ്ഞത്തിന് കാരണമായി ആ പ്രാണനെ ധരിച്ചുകൊണ്ട് അത് നമുക്ക് പ്രദാനം ചെയ്തുകൊണ്ട് അതിനെ നിലയ്ക്ക് നിർത്തുന്നവനായിക്കൊണ്ടിരിക്കുന്ന ഭഗവാനായതുകൊണ്ട് നാഗയജ്ഞസൂത്രിനം. കുങ്കുമോത്ത കായ കാന്തി ശോഭിതം. കുങ്കുമം എന്നാൽ കുങ്കുമം തന്നെ. ഭഗവതി പാർവതി തൻ്റെ ദേഹത്ത് കുങ്കുമം ധരിച്ചിട്ടുണ്ടായിരുന്നു. ആ കുങ്കുമം ധരിച്ചുകൊണ്ട് തോഴിമാരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഭഗവാന് തൻ്റേതെന്ന് പറയാൻ ആൾക്കാരുണ്ട്, തനിക്ക് ആരുമില്ല. അപ്പൊ തൻ്റേതെന്ന് പറയാൻ, താൻ പറയുന്നതനുസരിക്കാൻ തൻ്റെ ആളായിട്ട് ഒരാൾ വേണം എന്ന ചിന്ത അവിടെ ദേവിക്ക് ഉണ്ടാവുകയാണ്. അങ്ങനെ ദേവി തൻ്റെ ദേഹത്തിലുള്ള കുങ്കുമത്തെ എല്ലാം എടുത്ത് ഒരു രൂപത്തെ ഉണ്ടാക്കി അതിന് പ്രാണൻ നൽകുകയാണ്. അതാണ് ഗണപതി. അങ്ങനെയാണ് ഭഗവാൻ ആവിർഭവിക്കുന്നത്. എന്നിട്ട് തൻ്റെ ആ സ്നാനഭവനത്തിന് കാവലായിട്ട് ഭഗവാനെ പുറത്തു നിർത്തും. ആ സമയത്ത് ശിവൻ വരുന്നു, ശിവനോട് യുദ്ധമുണ്ടാവുന്നു, ശിരസറ്റു പോകുന്നു, ആനയുടെ തല ലഭിക്കുന്നു. ഇതെല്ലാം കഥ. അപ്പൊ അതുകൊണ്ട് ദേവിയുടെ കുങ്കുമത്തിൽ നിന്നും ഉത്ത എന്ന് പറഞ്ഞാൽ ഉയർന്നത്, ജനിച്ചത്. അങ്ങനെയുള്ള ദേഹത്തോടൊത്ത കാന്തി ശോഭിതം. ഭഗവാന് അരുണ നിറമാണ്, കുങ്കുമത്തിൽ നിന്നാണ് ഉണ്ടായത്. അപ്പൊ അദ്ദേഹത്തിന്റെ ദേഹത്തിനും ആ കുങ്കുമത്തിന്റെ കാന്തിയുണ്ട്. ആ കാന്തിയോടുകൂടി ശോഭിക്കുന്നവനാണ്.
ഭഗവാനെ ധ്യാനിക്കുന്ന സമയത്ത് അരുണ നിറത്തിലാണ് ധ്യാനിക്കുക. കാരണം അമ്മയുടെ നിറവും അരുണമാണ്. അപ്പോൾ ശക്തിയിൽ നിന്നും ആവിർഭവിച്ചവനായതുകൊണ്ട് ആ ഭാവത്തിൽ ഭഗവാനെ നമ്മൾ കാണുന്നു. ഇനി പല പുരാണങ്ങളിലും ശിവന്റെയും പാർവതിയുടെയും മുമ്പേ, അവരുടെ വിവാഹം നടക്കുന്നതിന് മുമ്പ് തന്നെ ഗണപതിയുടെ സാന്നിധ്യം പറയുന്നുണ്ട്. അതുകൊണ്ട് ഗണപതി എന്ന് പറയുന്നത് ഒരു നിത്യ തത്വമാണ്. ആ തത്വം വാസ്തവത്തിൽ ജനിക്കുകയോ മരിക്കുകയോ ചെയ്യുന്നില്ല. എന്നാൽ കഥാരൂപത്തിൽ നമുക്ക് പ്രാപ്യം, അപ്പൊ കാമരൂപധാരണം എന്ന് പറഞ്ഞു, അപ്പൊ നമുക്ക് മനസ്സിലാക്കത്തക്ക ഒരു രൂപത്തെ ധരിച്ച ഭാവമാണ് ഇവിടെ ഭഗവാന്റെ അവതാരമായിട്ട് പറയുന്നത്. അപ്പോൾ വിഘ്നേശ്വരൻ ഉണ്ടായി എന്ന് ധരിക്കരുത്, അതിനു മുമ്പും അദ്ദേഹം ഉണ്ടായിരുന്നു. വിഘ്നങ്ങളെയെല്ലാം നിയന്ത്രിച്ചു നിർത്തിയിരുന്ന ശക്തിയായി അദ്ദേഹം സദാ ഉണ്ട്. എന്നാൽ നമുക്ക് കാണത്തക്ക രീതിയിൽ ഒരു രൂപമായിട്ട് ഭൂമിയിൽ വന്നത് അപ്പോഴാണെന്ന് നമ്മൾ അനുമാനിക്കണം. അപ്പൊ അതുകൊണ്ട് കുങ്കുമത്തിൽ നിന്നും ജനിച്ച ദേഹത്തോടൊത്തവൻ, അതുകൊണ്ട് തന്നെ കുങ്കുമത്തിന്റെ കാന്തിയോടൊത്ത് ശോഭിക്കുന്നവൻ. അപ്പൊ ഭഗവാനെ ധ്യാനിക്കുന്ന സമയത്ത് ആ അരുണഭാവത്തിൽ ധ്യാനിക്കുന്നത് ശ്രേഷ്ഠമാണ്. വരാനനം, ആനനം എന്നാൽ മുഖം, വരം എന്നാൽ ശ്രേഷ്ഠം, ശ്രേഷ്ഠമായ മുഖത്തോടൊത്തവൻ. ഭഗവാന്റെ മുഖത്തെ ധ്യാനിച്ചാൽ നമുക്ക് എല്ലാ മംഗളങ്ങളും ലഭിക്കും. ഏറ്റവും ശ്രേഷ്ഠമായ മംഗളം മോക്ഷമാണ്, അതും നമുക്ക് ലഭിക്കും. അതുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ മുഖം ഭഗവാന്റെയാണ്. കാരണം എന്തിനെയൊക്കെ നോക്കി നമ്മൾ ധ്യാനിക്കുന്നുവോ, നമ്മളെ ആകർഷിക്കുന്ന പലതും ഇവിടെയുണ്ട്. അതിൽ പലതിനെയും ധ്യാനിച്ചാൽ അത് നമ്മളെ കുടുക്കി കിടത്തുകയാണ് ചെയ്യുക. പ്രപഞ്ചത്തിൽ നമ്മൾ കെട്ടുപാടുകളിൽ പെട്ടുപോകുന്നതായിട്ടാണ് കാണുന്നത്. എന്നാൽ ഭഗവാന്റെ രൂപത്തെ, ഭഗവാന്റെ മുഖത്തെ ധ്യാനിച്ചാൽ നമുക്ക് നാൾക്കുനാൾ അഭിവൃദ്ധിയാണ് ഉണ്ടാവുക. അപ്പോൾ ധ്യാനിക്കത്തക്ക മുഖത്തോടൊത്തവനാണ്, അതുകൊണ്ട് ശ്രേഷ്ഠനായ മുഖത്തോടൊത്തവനാണ്, വരാനനാണ് ഭഗവാൻ എന്ന് പറഞ്ഞിരിക്കുന്നു. കാഞ്ചനാഭിഭാസ്വരം, കാഞ്ചനം എന്നാൽ സ്വർണം, അഭിഭാസ്വരം എന്നാൽ സ്വർണത്തെ പോലെ തിളങ്ങുന്നവൻ. ഭഗവാന് അരുണ നിറമാണെന്ന് പറഞ്ഞു. ഈ ഉരുക്കിയ സ്വർണത്തിന് ഒരു പ്രത്യേക നിറമുണ്ട്, അത് ചുവപ്പ് കലർന്ന ഒരു ഭാവമാണ്. ആ രീതിയിൽ ശോഭിക്കുന്നവനാണ് ഭഗവാൻ മഹാദേവൻ. ഭഗവാനെ പല സന്ദർഭത്തിലും അവതരിപ്പിക്കുമ്പോൾ ഈ ഒരു കാര്യം എടുത്തു പറയാറുണ്ട്, ഉരുക്കിയ സ്വർണത്തിന്റെ നിറമെന്ന്. അപ്പൊ അതേ നിറമാണ് ഭഗവാൻ എന്ന് സൂചിപ്പിക്കാൻ കാഞ്ചനാഭിഭാസ്വരം എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഭഗവാൻ ശിവന്റെയും ശക്തിയുടെയും ഭാവം ചേർന്ന് നിൽക്കുന്ന ഭാവമാണെന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കണം. കാരണം കുങ്കുമത്തിന്റെ നിറമാണ്, ശക്തിയുടെ ഭാവമാണ്. സ്വർണത്തിന്റെ, ഉരുക്കിയ സ്വർണത്തിന്റെ നിറമാണ്, പക്ഷെ ശിവന്റെ ഭാവമാണ്. അപ്പൊ ശിവനും ശക്തിയും ഒന്നായാൽ ആ അദ്വൈത ഭാവത്തിൽ ശോഭിക്കുന്ന തത്വമാണ് ഭഗവാൻ എന്ന് സൂചിപ്പിക്കാൻ കാഞ്ചനാഭിഭാസ്വരം എന്ന് അദ്ദേഹത്തെ വിളിച്ചിരിക്കുന്നു. അപ്പൊ ഭഗവാനെ ഉപാസിക്കുന്ന സമയത്ത് ശിവനെയും ശക്തിയെയും ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കും. രണ്ടാണെന്ന് നമ്മുടെ പരിമിതിയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ശിവനായിട്ടും ശക്തിയായിട്ടും ഉപാസിക്കുന്നത്. എന്നാൽ ഉപാസനയിലൂടെ നമ്മൾ ഉയർന്നെത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു തത്വമുണ്ട്, ശിവൻ തന്നെയാണ് ശക്തി, ശക്തി തന്നെയാണ് ശിവൻ. ആ ഐക്യത്തിന്റെ പ്രതീകമാണ് ഗണപതി. ഇപ്പൊ ഗണപതി ധ്യാനം ശിവശക്തി ഐക്യ ധ്യാനമാണെന്നും കൂടി ഇവിടെ നിന്നും നമ്മൾ ഗ്രഹിക്കണം. വാസവാദി വന്ദിതം, വാസവൻ എന്നാൽ ഇന്ദ്രൻ, ആദി എന്നാൽ തുടങ്ങിയ. അപ്പൊ ഇന്ദ്രൻ തുടങ്ങിയിട്ടുള്ള ദേവന്മാരാൽ വന്ദിതനാണ് ഭഗവാൻ. ഇന്ദ്രന് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. ആ പ്രശ്നങ്ങളെല്ലാം തടസ്സങ്ങളായി വരുമ്പോൾ അതിൽ നിന്നും നിവാരണം ചെയ്യാൻ ഗണപതിയെ ഉപാസിക്കുന്ന സന്ദർഭങ്ങൾ പുരാണങ്ങളിൽ ഒരുപാടുണ്ട്. പാലാഴി മഥന കഥയുടെ സന്ദർഭത്തിലും അത് വരുന്നുണ്ട്. മന്ദരപർവ്വതം പൊക്കി വരുമ്പോൾ ഭഗവാനെ ഉപാസിക്കാത്തത് കൊണ്ട് അത് വീണു പോവുകയും ഒരുപാട് പേർക്ക് അപകടം ഉണ്ടാവുകയും പിന്നീട് ഗണപതി ഉപാസന നടത്തി ഭഗവാന്റെ പ്രീതി സമ്പാദിച്ച് മംഗളകരമായ പ്രവൃത്തി പൂർത്തിയാക്കുന്നതും കഥയിൽ കാണാം. അതുകൊണ്ട് വാസവൻ തുടങ്ങിയിട്ടുള്ള, കാരണം മറ്റുള്ളവർക്ക് വരത്തെ നൽകുന്നവരാണ് ദേവന്മാർ, അവര് പോലും ഭഗവാനെയാണ് വന്ദിക്കുന്നത്. കാരണം വരം നൽകാനുള്ള ശക്തി അവർക്ക് ഭഗവാനിൽ നിന്നാണ് ലഭിക്കുന്നത്. അപ്പോൾ എല്ലാവരും വരം നൽകുന്നത് ഭഗവാന്റെ ശക്തിയിലൂടെയാണെങ്കിൽ ആ ഭഗവാനെ ഉപാസിച്ചാൽ എല്ലാവരുടെയും വരം നമുക്ക് ലഭിക്കും എന്നിവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. വിഘ്നശൈല വജ്രിനം വിനായകം നമാമ്യഹം. അങ്ങനെ വിഘ്നമാകുന്ന പർവ്വതത്തിന്റെ ഇന്ദ്രനായിരിക്കുന്ന, അതിനെ നിയന്ത്രിച്ചു നിർത്തുന്ന, വിനയമുള്ള, എല്ലാവർക്കും നായകനായിരിക്കുന്ന, വിശേഷേന നയിക്കുന്നവനായ വിനായകനായ അദ്ദേഹത്തിനെ അഹം നമാമി, ഞാൻ നമിക്കുന്നു. ഇതാണ് രണ്ടാമത്തെ ശ്ലോകം. കാമരൂപധാരിണം നാഗയജ്ഞസൂത്രിണം കുങ്കുമോത്ഥകായ കാന്തിശോഭിതം വരാനനം കാഞ്ചനാഭിഭാസ്വരം ച വാസവാദി വന്ദിതം വിഘ്നശൈല വജ്രിനം വിനായകം നമാമ്യഹം. അടുത്തത് മൂന്നാമത്തെ ശ്ലോകമാണ്.
നന്ദിവാഹനന്ദനം സുരേന്ദ്രനാഥ വന്ദിതം നന്ദിഭൃംഗി നന്ദനാഥ നാരദാദി നൃത്യകം നന്ദഗോപ നാഗരാജ പൂർവകൈർ നമസ്കൃതം വിഘ്നശൈല വജ്രിണം വിനായകം നമാമ്യഹം. ഇവിടെ നന്ദിവാഹ നന്ദനം എന്നുള്ളിടത്ത് ചില പാഠങ്ങളിൽ നന്ദിവാഹ നന്ദനെ എന്ന് കാണുന്നുണ്ട്. എന്നിരുന്നാലും ഇതാണ് കൂടുതൽ അനുയോജ്യമായ പാഠമെന്ന് തോന്നി. നന്ദിവാഹ നന്ദനം, കാരണം ദ്വിതീയയിലാണ് ഇതെല്ലാം വരേണ്ടത്. അതുകൊണ്ട് നന്ദിവാഹ നന്ദനം എന്ന പ്രയോഗമാണ് അനുയോജ്യമെന്ന് തോന്നുന്നു. അപ്പൊ ഇവിടെ എടുത്തിട്ടുള്ള പാഠം അതാണ്. നന്ദി വാഹ എന്ന് പറഞ്ഞാൽ നന്ദിയെ വാഹനമാക്കിയവൻ, നന്ദിയുടെ പുറത്ത് സഞ്ചരിക്കുന്നവൻ. നന്ദി എന്ന് പറഞ്ഞാൽ നന്ദികേശ്വരൻ, നമുക്കെല്ലാം അറിയാം, വൃഷഭമാണ്, കാളയുടെ ആകൃതിയിൽ ഇരിക്കുന്നവനാണ്. അദ്ദേഹത്തിന് മറ്റു ഭാവങ്ങളും പറയുന്നുണ്ട്. ഇപ്പോൾ വാനരമുഖത്തോടൊത്ത ഭാവത്തിലൊക്കെ അദ്ദേഹത്തെ വർണ്ണിക്കുന്നുണ്ട്. രാവണൻ ശിവനെ കാണാൻ വരുന്ന സന്ദർഭത്തിൽ രാമായണത്തിൽ ആ കഥ സൂചിപ്പിക്കുന്നുണ്ട്. ശിവനെ കാണാനായിട്ട്, അതായത് ഉത്തര രാമായണത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ, ശിവനെ കാണാൻ വേണ്ടി വരികയാണ്. അത് വരുന്ന സമയത്ത് ശിവനെ കാണാനായിട്ടല്ല, കുബേരന്റെ അടുത്ത് നിന്ന് പുഷ്പക വിമാനം കട്ടിട്ട് ആ വിമാനത്തിൽ സഞ്ചരിച്ചൊരു ഭാഗത്ത് വരുമ്പോൾ അദ്ദേഹത്തിന് തടസ്സമുണ്ടാവുകയാണ്. ആ വിമാനത്തിന് സഞ്ചരിക്കാൻ പറ്റാതെയാവുകയാണ്. കാരണം ഭഗവാന്റെ സാന്നിധ്യമുള്ളിടത്ത് മറ്റ് ശക്തികൾ പ്രവർത്തിക്കില്ല. അപ്പോൾ മാന്ത്രികമായ ശക്തി കൊണ്ട് പ്രവർത്തിക്കുന്നതാണ് പുഷ്പക വിമാനം. അതിന് സഞ്ചരിക്കാൻ പറ്റാതെയായി അത് നിന്നു പോകുമ്പോൾ രാവണൻ പുറത്തേക്ക് ഇറങ്ങി അന്വേഷിക്കാൻ എന്താണ്. അപ്പൊ ആ സമയത്ത് നന്ദികേശ്വരൻ വന്ന് അദ്ദേഹത്തെ തടയുന്നുണ്ട്. ഇവിടെ ശിവന്റെ വാസമാണ്, ഇതിലൂടെ പോകരുത് എന്നെല്ലാം നല്ല വിനയത്തോടു കൂടി പറയുമ്പോൾ പരിഹസിക്കുകയാണ് നന്ദികേശ്വരനെ. വാനരന്റെ മുഖത്തോടൊത്തവനെ എന്ന് പറഞ്ഞ് പരിഹസിക്കാൻ, ആരാണ് ഈ ശിവൻ, ഏതാണ് ഈ ശിവൻ എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുകയാണ്. ആ സമയത്ത് നന്ദികേശ്വരൻ ശപിക്കുന്നുണ്ട്. നീ എന്നെ വാനരമുഖൻ എന്ന് വിളിച്ചു, അതുകൊണ്ട് വാനരമുഖമുള്ളവരിൽ നിന്ന് തന്നെ നിനക്ക് നാശമുണ്ടാവുമെന്ന്. അതുകൊണ്ടാണ് വാനരന്മാരായിട്ട് ദേവന്മാർ വന്നത്. ആഞ്ജനേയൻ, സുഗ്രീവൻ തുടങ്ങിയവരെല്ലാം അങ്ങനെയാണ് വന്നതെന്ന് രാമായണത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം എവിടെ ഈ ശിവൻ, ഞാൻ കാണട്ടെ, എന്റെ കരുത്ത് അദ്ദേഹത്തിന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് കൈലാസ പർവ്വതത്തെ എടുത്ത് പൊക്കുന്നുണ്ട് രാവണൻ. ആ സമയത്ത് പെട്ടെന്നുണ്ടായ ഇളക്കത്തിൽ അമ്മ ഭഗവാനെ പിടിക്കുന്നുണ്ട്. അപ്പോൾ ശിവൻ തന്റെ തള്ളവിരൽ കൊണ്ട് ചെറുതായി ഒന്ന് ഞെക്കുന്നതോടുകൂടി ആ പർവ്വതം താഴേക്ക് പതിക്കുകയും രാവണന്റെ കൈകൾ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോവുകയും ചെയ്തു. 20 കൈകളോടുകൂടി പൊക്കിയെന്നും ആ 20 കൈകളും പെട്ടുപോയി എന്നുമാണ് പറയുന്നത്. ആ സമയത്ത് ആ അവസ്ഥയിൽ നിന്നും ഭഗവാനെ സ്തുതിച്ചതാണ് താണ്ഡവ സ്തോത്രം, ശിവതാണ്ഡവ സ്തോത്രം എന്നാണ് പറയപ്പെടുന്നത്. രാവണകൃത ശിവതാണ്ഡവ സ്തോത്രം, ജടാകടാഹ സംഭ്രമ എന്ന് പറയുന്ന ആ സ്തോത്രം. അങ്ങനെ ആ സ്തുതിയിൽ പ്രസാദിച്ചുകൊണ്ടാണ് മഹാദേവൻ അദ്ദേഹത്തിന് മോചിപ്പിക്കുന്നത്. അതിനുശേഷം ശിവഭക്തനായി ഭവിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നന്ദിയെ വാഹനമാക്കിയിട്ടുള്ള ആ നന്ദിയുടെ വാഹനമാക്കിയിരിക്കുന്നത് ആരാ? മഹാദേവനാണ്. ആ മഹാദേവനന്റെ നന്ദനനാണ് ഭഗവാൻ, മഹാദേവന്റെ പുത്രനാണ്. നന്ദന ശബ്ദത്തിന് സന്തോഷിപ്പിക്കുന്നവൻ എന്ന അർത്ഥവുമുണ്ട്. അപ്പൊ മഹാദേവനെ സന്തോഷിപ്പിക്കുന്നവനാണ്. ഭഗവാനെ കാണുന്നത് തന്നെ മഹാദേവന് സന്തോഷത്തെ നൽകുന്നു. കാരണം ഭഗവാൻ ചിട്ടയുള്ളവനാണ്. മഹാദേവന് ചിട്ട വളരെ ഇഷ്ടമാണ്. ചിട്ടയുണ്ടെങ്കിലേ ലോകം നിലനിൽക്കൂ എന്ന് നന്നായി അറിയാവുന്നവനാണ് മഹാദേവൻ. അതുകൊണ്ട് ഭഗവാന്റെ ആ ചിട്ടയെ കാണുമ്പോൾ, ആ കൃത്യനിഷ്ഠതയെ കാണുമ്പോൾ സന്തോഷമാണ്. ലോകത്തിനെ മുഴുവൻ നിയന്ത്രിച്ചു നിർത്തുന്ന ശക്തി ആയതുകൊണ്ടും കാണുമ്പോൾ സന്തോഷമാണ്. അതുകൊണ്ട് നന്ദിവാഹനന്ദനം, മഹാദേവന്റെ പുത്രനായിട്ട് ആവിർഭവിച്ചവൻ. സുരേന്ദ്രനാഥ വന്ദിതം. സുരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ സുരന്മാരുടെ ഇന്ദ്രൻ, അതായത് ഇന്ദ്രൻ തന്നെ. ആ ഇന്ദ്രന്റെ നാഥൻ. ഇവിടെ സുരേന്ദ്രനാഥൻ എന്ന് പറഞ്ഞാൽ ഓരോ പുരാണത്തിലും ഓരോ പേരാണ് കാണുക. കാരണം ഇപ്പൊ വിഷ്ണു പുരാണമാണെങ്കിൽ, വൈഷ്ണവമായതിലാണെങ്കിൽ വിഷ്ണു എന്ന് പറയും, ശൈവമാണെങ്കിൽ ശിവൻ എന്ന് പറയും, ശാക്തേയമാണെങ്കിൽ അമ്മ ദേവി എന്ന് പറയും, ഗാണപത്യമാണെങ്കിൽ ഗണപതി എന്ന് പറയും, സ്കാന്തമാണെങ്കിൽ മുരുകൻ എന്ന് പറയും, അതുപോലെ ശാസ്താവിന്റെ ആണെങ്കിൽ ശാസ്താവ് എന്ന് പറയും, സൗരമാണെങ്കിൽ സൂര്യൻ എന്ന് പറയും. ഇങ്ങനെ ഓരോ പുരാണത്തിലും ഏതൊരു ഉപാസനയാണോ പ്രധാനം ആ മൂർത്തിയെയാണ് എല്ലാവരുടെയും നാഥനായിട്ട്, അപ്പൊ ഇന്ദ്രന്റെ നാഥനായിട്ടൊക്കെ പറയാം. എന്നാൽ ഇവിടെ സുരേന്ദ്രനാഥ ശബ്ദം കൊണ്ട് മഹാദേവനെയാണ് സൂചിപ്പിക്കുന്നത്. സുരേന്ദ്രനാഥൻ മഹാദേവനാൽ വന്ദിതമാണ് ഗണപതി. സുരേന്ദ്രനാഥനാൽ വന്ദിതം എന്ന് പറയുമ്പോൾ ത്രിപുര ദഹന സമയത്ത് ഭഗവാൻ ആ ദിവ്യമായ രഥത്തിൽ ആയുധങ്ങളെല്ലാം എടുത്ത് പ്രവേശിച്ച് ആ 3 പുരങ്ങളും ഒരുമിച്ച് വരുന്നത് നോക്കി കാത്തിരിക്കുമ്പോൾ അത് അടുത്ത് വരുന്നില്ല, എത്ര ശ്രമിച്ചിട്ടും വരുന്നില്ല. ആ സമയത്താണ് ഓർക്കുന്നത് വിഘ്നേശ്വരനെ പൂജിച്ചില്ല എന്ന്. കാരണം ഭഗവാൻ സ്വയം കൊടുക്കുന്ന വരമാണ് ആദ്യം നിന്നെ ഉപാസിക്കണം. ഏത് പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും ആദ്യം നിന്നെ ഉപാസിച്ച് നിന്റെ അനുഗ്രഹത്തെ സമ്പാദിച്ചിട്ട് മാത്രമേ ആ പ്രവൃത്തി ചെയ്യാൻ പാടുള്ളൂ.
അപ്പോൾ ശുഭമായി തുടങ്ങാൻ എപ്പോഴും വിഘ്നേശ്വര വിനായക പ്രീതിയാണ് വേണ്ടത്. അപ്പൊ അത് സ്വയം കൊടുത്ത വരമായതുകൊണ്ട് അത് മഹാദേവൻ തന്നെ നടപ്പിലാക്കണം. യദ്യദാചരതി ശ്രേഷ്ഠ തത്തദേവേതരോ ജനാസയത് പ്രമാണം കുരുതേ ലോകസ്തദനു വർത്തത്തെ. ഭഗവത്ഗീതയിലുള്ള ശ്ലോകമാണ്. അപ്പൊ ഭഗവാൻ കൃഷ്ണൻ വളരെ ശ്രേഷ്ഠമായ രീതിയിലാണ് ജീവിക്കുന്നത്. അത് മറ്റുള്ളവർക്ക് മാതൃക കാണിക്കാനാണ്. അതേപോലെ മഹാദേവനും മറ്റുള്ളവർക്ക് മാതൃക കാണിക്കാനായിട്ട് സ്വയം രഥത്തിൽ നിന്നും ഇറങ്ങി വിഘ്നേശ്വരനെ ഉപാസിച്ച് വിനായകന്റെ പ്രീതിയെ സമ്പാദിച്ചിട്ട് പിന്നീട് ത്രിപുരന്മാരെ ദഹിപ്പിക്കുന്നതായിട്ടാണ് കഥ. അപ്പൊ അതുകൊണ്ട് സുരേന്ദ്രനാഥ വന്ദിതം, ഭഗവാനാൽ വന്ദിതനായി. ഇനിയിപ്പോ സുരേന്ദ്രനാഥൻ എന്ന് വിഷ്ണുവിനെ എടുത്താൽ വിഷ്ണുവിനാൽ വന്ദിതനാണ്. കാരണം പാലാഴി മഥന സമയത്തൊക്കെ അതിന്റെ വിഘ്നേശ്വരന്റെ ആ ഒരു അപ്രീതി കാരണം മന്ദരപർവ്വതം താഴ്ന്നു പോയപ്പോൾ അത് പിന്നീട് പൊക്കുന്നത് ഭഗവാനാണ്. ആ സമയത്ത് ദേവന്മാരെല്ലാം കൂടി ഗണപതിയെ സ്തുതിച്ചു എന്ന് പല പുരാണങ്ങളിലും കാണാം. അപ്പൊ ആ കൂട്ടത്തിൽ വിഷ്ണുവും സ്തുതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സുരേന്ദ്രനാഥ വന്ദിതം എന്നാണ്. പിന്നെ ഇവിടെ ഗണപതി എന്ന് പറയുന്ന തത്വം പരബ്രഹ്മസ്വരൂപനാണ്. ആ പരബ്രഹ്മത്തെ ആശ്രയിച്ചിട്ടാണ് ത്രിമൂർത്തികളും നിലനിൽക്കുന്നത്. ത്രിമൂർത്തികൾ 3 ഭാവത്തിൽ കാമരൂപം ധരിക്കുന്നവനാണ്, ഇഷ്ടമുള്ള രൂപത്തെ ധരിക്കുന്നവനാണ് ഭഗവാൻ. അപ്പോൾ ത്രിമൂർത്തിയായും വസിക്കുന്നത് അദ്ദേഹമാണ്. അദ്ദേഹം ബ്രഹ്മസ്വരൂപനാണ്. അതുകൊണ്ട് ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും ഭഗവാനെ വന്ദിക്കുന്നു. അതുകൊണ്ടും സുരേന്ദ്രനാഥ വന്ദിതം എന്ന് അദ്ദേഹത്തെ വിളിച്ചിരിക്കുന്നു. നന്ദി ഭൃംഗി നന്ദനാഥ നാരദാദി നൃത്യകം. ഇവിടെ നന്ദി എന്നും ഭൃംഗി എന്നുമുള്ളത് ശിവന്റെ ഗണങ്ങളുടെ പേരാണ്. ശിവഗണങ്ങളിൽപ്പെട്ട പ്രമുഖരായ 2 പേരുകളാണ് നന്ദി ഭൃംഗി. അത് കഴിഞ്ഞ് നന്ദനാഥ നാരദാദി നൃത്യകം. ഈ നന്ദനാഥൻ എന്ന് പേരുള്ള ഭഗവാന്റെ ഒരു ഗണമുണ്ടോ എന്നറിയില്ല. കണ്ട പേരുകളിലൊന്നും അങ്ങനെ ഒരു പേര് ഗണത്തിന് കാണുന്നില്ല. എന്നിരുന്നാലും ഇവിടെ ഈ സന്ദർഭത്തിൽ ഭഗവാന്റെ പാർഷദന്മാരിൽ ആരുടെയോ പേരാണ് നന്ദനാഥൻ എന്നും അല്ലെങ്കിൽ നന്ദൻ എന്നും നാഥൻ എന്നും 2 പേരുള്ളവരെന്നോ നമുക്ക് അനുമാനിക്കാം. വ്യക്തമായി ഇത് ആരെയാണ് സൂചിപ്പിക്കുന്നതെന്ന് അന്വേഷിച്ചിട്ടും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഭഗവാന്റെ ഭക്തന്മാര് നന്ദി ഭൃംഗി നന്ദനാഥൻ നാരദൻ ആദി തുടങ്ങിയവരെ നൃത്തം വെപ്പിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ നൃത്യകം. നൃത്തം വെപ്പിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് നൃത്തം ഉണ്ടാവുന്നത്? ആനന്ദ പാരമ്യത്തിലാണ്. ആനന്ദം വർദ്ധിച്ച് വർദ്ധിച്ച് നമ്മുടെ മനസ്സിൽ അടക്കി നിർത്താൻ പറ്റാത്ത വിധമാകുമ്പോൾ അത് പുറത്തേക്ക് ഒഴുകുന്നതാണ് നൃത്തമായൊക്കെ വരുന്നത്. മത്തനെ പോലെ നൃത്തം കുതിക്കണമെന്ന് പൂന്താനം തിരുമേനി ജ്ഞാനപ്പാനയിൽ പറയുന്നുണ്ട്. അത് ഭക്തി ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടണം എന്ന അർത്ഥത്തിലല്ല. ഭക്തിയുടെ നിറവുണ്ടാവുന്ന സമയത്ത് ഭക്തി ആനന്ദം തന്നെയാണ്. അപ്പൊ ആനന്ദാനുഭൂതി ഇങ്ങനെ നിറഞ്ഞ് നിറഞ്ഞ് മനസ്സിൽ നിന്നും കവിയുമ്പോൾ അത് പുറത്തേക്ക് പല ചേഷ്ടകളുമായിട്ടാണ് പ്രകടമാവുക. അതിലൊന്നാണ് നൃത്തം. അപ്പൊ അതുകൊണ്ട് നന്ദി ഭൃംഗി നന്ദനാഥൻ നാരദൻ തുടങ്ങിയ എല്ലാവരെയും ആനന്ദിപ്പിക്കുന്നവനാണ് ഭഗവാൻ. അവര് ഭഗവാനെ ഭജിച്ച് ഭജിച്ച ആനന്ദത്തിൽ മതിമറന്നുകൊണ്ട് നൃത്തം ചെയ്യുന്നു. അതുകൊണ്ട് അവരെ എല്ലാം നൃത്തം വെപ്പിക്കുന്നവനാണ് എന്നർത്ഥം വന്നു. ഇനി അവരുടെ എല്ലാം ഹൃദയത്തിൽ നൃത്തം വെക്കുന്നവനുമാണ്. കാരണം ഭഗവാന്റെ സാന്നിധ്യം അവരുടെ ഉള്ളിൽ ഉണ്ടാവുമ്പോൾ ഭഗവാൻ ഇങ്ങനെ നൃത്തം വെക്കുകയാണ്. നൃത്തം വെക്കുക എന്ന് അവിടെ പറയുന്ന സമയത്ത് ഭഗവാൻ പ്രവർത്തിക്കുകയാണെന്ന് അർത്ഥമെടുക്കണം. ഭഗവാന്റെ പ്രവൃത്തിയാണ് എല്ലാം എന്നൊരു ഭക്തൻ കാണുന്നു. അപ്പൊ അവരെല്ലാം ഭഗവാന്റെ നൃത്തമായിട്ടാണ്, ഭഗവാന്റെ ചേഷ്ടയായിട്ടാണ് കാണുന്നത്. ആനന്ദ താണ്ഡവം എന്നൊക്കെ പറയുന്നത് ഇതിന്റെ സൂചനയാണ്. മഹാദേവനെ ഉപാസിക്കുമ്പോൾ മഹാദേവൻ തന്നെയാണ് സർവം. എല്ലാ ചേഷ്ടകളും അദ്ദേഹത്തിനെയാണ്. വിശ്വത്തെ സൃഷ്ടിച്ച് നിലനിർത്തി ഇല്ലാതെയാക്കുന്നത് അദ്ദേഹമാണെന്ന ഭാവമാണ് താണ്ഡവം. അപ്പൊ അതുപോലെ ഭക്തൻ ഭഗവാനെ ഉപാസിച്ച് ഉപാസിച്ച് ഭഗവാന്റെ സത്യത്തെ അറിയുമ്പോൾ എല്ലാം ഭഗവാന്റെ ചേഷ്ടയായി കാണും. അപ്പൊ അവരുടെ മനസ്സിൽ ഭഗവാൻ സദാ നടനമാടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഉള്ളിൽ ഇവരുടെ എല്ലാം ഉള്ളിൽ നൃത്തം വെക്കുന്നവനാണ്. കാരണം അവരുടെ ഉള്ളിൽ ശക്തിയായി സ്ഫുരിക്കുന്നത് ഭഗവാനാണെന്ന് അവരറിയും. അപ്പൊ ആ ശക്തിയുടെ സ്ഫുരണം, ആ പ്രവാഹവും നൃത്തമായിട്ടെടുക്കാം. ഇങ്ങനെ എല്ലാം അർത്ഥത്തിൽ നന്ദി ഭൃംഗി നന്ദനാഥ നാരദാദി നൃത്യകം എന്ന് വിളിച്ചിരിക്കുന്നു ഭഗവാനെ. നന്ദഗോപ നാഗരാജ പൂർവകൈർ നമസ്കൃതം. നന്ദഗോപ എന്ന് നമുക്ക് എല്ലാം അറിയാം. നന്ദഗോപരാണ് ഭഗവാനെ വളർത്തിയ അദ്ദേഹത്തിന്റെ വളർത്തച്ഛനാണ്. നാഗരാജൻ എന്ന് പറഞ്ഞാൽ അനന്തനാണ്. അനന്തൻ എന്ന് പറയുമ്പോൾ ബലരാമസ്വാമി. ഇവിടെ നന്ദഗോപർ എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് നാഗരാജ ശബ്ദത്തിന് ബലരാമസ്വാമി എന്ന അർത്ഥം എടുക്കാം. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പൂർണ്ണഭാവത്തിലുള്ള അനന്തമൂർത്തി എന്ന അർത്ഥവും എടുക്കാം. പൂർവകൈ നന്ദഗോപര് നാഗരാജ് തുടങ്ങിയിട്ടുള്ള പണ്ടേ ഉണ്ടായിരുന്നവർ
നമസ്കൃതം, അവരാൽ നമസ്കരിക്കപ്പെട്ടവനാണ് അങ്ങ്. ഭഗവാൻ അനാദികാലം മുതൽക്കേ വന്ദിതനാണ്. ഭഗവാന്റെ തത്വം അറിയുന്ന എല്ലാവരും ഭഗവാനെ ഉപാസിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നന്ദഗോപരും നാഗരാജനും തുടങ്ങിയിട്ടുള്ളവർ പണ്ട് തന്നെ ഭഗവാനെ ഉപാസിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ ഇവരെല്ലാം പണ്ട് അങ്ങയെ ഉപാസിച്ചത് കൊണ്ടാണ് അവർക്ക് ഇന്ന് ഈ ഭാവങ്ങൾ കിട്ടിയത്. ഇപ്പൊ നന്ദഗോപരാവുക എന്ന് പറഞ്ഞാൽ മഹാഭാഗ്യമാണ്. സാക്ഷാത് വൈകുണ്ഠനാഥനെ പുത്രനായി കിട്ടി, ലാലിക്കാനും ഓമനിക്കാനും അദ്ദേഹത്തിന്റെ നിത്യദർശനവും ലഭിച്ചു. അതുപോലെ അദ്ദേഹത്തിന് തൽപ്പമായിരിക്കാൻ അനന്തന് സാധിച്ചു, ജ്യേഷ്ഠനായി ഒപ്പം നടക്കാനും ബലരാമസ്വാമിക്ക് സാധിച്ചു. അപ്പൊ ഇതിലൊക്കെയുള്ള ഭാഗ്യം അവർക്ക് കിട്ടിയത് പണ്ടേ അവർ ഭഗവാനെ ഉപാസിച്ചത് കൊണ്ടാണ്, വിഘ്നേശ്വരനെ ഉപാസിച്ചത് കൊണ്ടാണെന്ന് ഇതിൽ നിന്നും ഗ്രഹിക്കാം. അതുകൊണ്ട് നന്ദഗോപ നാഗരാജ പൂർവകൈർ നമസ്കൃതം, അവരുടെ കുടുംബങ്ങളിൽ പണ്ടേ ഉപാസിക്കപ്പെട്ടവൻ, അവരുടെ വംശത്തിൽ ഏറ്റവും ആദ്യകാലം മുതൽക്കേ ഉപാസിക്കപ്പെട്ടവൻ, അപ്പൊ അവരുടെ എല്ലാം കുലദേവനായിരിക്കുന്നവൻ എന്ന അർത്ഥവും ഇവിടെ കിട്ടും. അപ്പോൾ ആ ഗോകുലത്തിന്റെ എല്ലാം കുലദേവ ഭാവത്തിലിരിക്കുന്ന ഭഗവാനാണ് ഗണപതി എന്ന സൂചനയും നമുക്ക് അവിടെ നിന്നും ഗ്രഹിക്കാം. അപ്പൊ നന്ദഗോപ നാഗരാജ പൂർവകൈർ നമസ്കൃതം വിഘ്നശൈല വജ്രിണം വിനായകം നമാമ്യഹം, അഹം നമാമി, ഞാൻ നമിക്കുന്നു വിനായകനെ, വിഘ്നശൈല വജ്രിണത്തിനെ, വിഘ്നമാകുന്ന പർവ്വതത്തിന്റെ ഇന്ദ്രനായിരിക്കുന്നവനെയും വിശേഷേന നയിക്കുന്നവനെയും ഞാൻ നമിക്കുന്നു. ഇതാണ് മൂന്നാമത്തെ ശ്ലോകം. നന്ദിവാഹനന്ദനം സുരേന്ദ്രനാഥ വന്ദിതം നന്ദിഭൃംഗി നന്ദനാഥ നാരദാദി നൃത്യകം നന്ദഗോപനാഗരാജ പൂർവകൈർ നമസ്കൃതം വിഘ്നശൈല വജ്രിണം വിനായകം നമാമ്യഹം. അടുത്തത് നാലാമത്തെ ശ്ലോകമാണ്. സർപ്പവേഷ്ടിതോദരം ച സർപ്പമാലധാരിണം ശങ്കരാദിപൂജിതം ശിവാത്മജം സുഖാത്മകം സാവധാനതാകരം സരസ്വതി പ്രദായകം വിഘ്നശൈലവജ്രിണം വിനായകം നമാമ്യഹം. സർപ്പവേഷ്ടിതോദരം, സർപ്പത്തെ ഉദരത്തിൽ വേഷ്ടനം ചെയ്തിട്ടുള്ളവൻ. ഉദരത്തിൽ സർപ്പത്തെ കെട്ടിയിട്ടുണ്ട് ഭഗവാൻ. ഭഗവാൻ ഒരുപാട് പലഹാരം കഴിച്ചപ്പോൾ വയറ് ഒതുങ്ങി നിൽക്കാൻ വേണ്ടി കെട്ടിയതാണെന്നൊക്കെ പുരാണങ്ങളിൽ കഥ കാണാം. അത് തമാശ രൂപേണ, ഹാസ്യരൂപേണ തത്വത്തെ ഗ്രഹിക്കാൻ വേണ്ടി പറയുന്ന കഥകളാണ്. ഭഗവാന്റെ ഉദരത്തിൽ സർപ്പത്തെ കെട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കെട്ടൽ എപ്പോഴും നിയന്ത്രണത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഉദരത്തെ നിയന്ത്രിച്ചിരിക്കുന്നു. ഭഗവാൻ എല്ലാം ഭക്ഷിക്കുന്നവനാണ്. പ്രപഞ്ചത്തെ മുഴുവൻ ഭക്ഷിക്കുന്നത് ഭഗവാനാണ്. കാരണം തന്നിൽ നിന്നും സൃഷ്ടിച്ച് തിരിച്ച് തന്നിലേക്കാക്കുന്ന പരബ്രഹ്മ വസ്തുവാണ്. അതുകൊണ്ടാണ് ഭഗവാന് വലിയ വയറുള്ളത്. ലംബോദരൻ എന്ന് ഭഗവാനെ വിളിക്കുന്ന വലിയ ഉദരം അദ്ദേഹത്തിനുള്ളത് അദ്ദേഹത്തിന്റെ ഈ ഒരു ചേഷ്ടയെ കാണിക്കാൻ വേണ്ടിയാണ്. തന്നിൽ നിന്നാണ് ഇതെല്ലാം സൃഷ്ടിക്കുന്നത്, തന്നിലേക്ക് തന്നെയാണ് ഇതെല്ലാം ലയിപ്പിക്കുന്നത്. അപ്പോൾ ആ സൃഷ്ടിയെയും ലയത്തെയും ക്രമപ്പെടുത്തി നിർത്തുന്ന ചരടാണ് അവിടെ സർപ്പം. ക്രമപ്പെടുത്തി നിർത്തുക എന്ന് പറഞ്ഞാൽ സൃഷ്ടി സ്ഥിതി തുടങ്ങിയതെല്ലാം നിലനിർത്തുന്ന ശക്തി എന്താ? ധർമ്മമാണ്. അപ്പൊ ധർമ്മത്തെ നിയന്ത്രിക്കുന്നവൻ ഭഗവാനാണ്. ധർമ്മം ഭഗവാൻ ഒരു അലങ്കാരമാണ്. ഒരു വ്യക്തി ധരിച്ച അലങ്കാരം കണ്ടിട്ടാണ് നമ്മൾ ആ വ്യക്തിയെ തിരിച്ചറിയുക. ചില ചിഹ്നങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവുമ്പോൾ ആ ചിഹ്നം കണ്ടിട്ടാണ് ഇത് ഇന്ന വ്യക്തിയാണെന്നറിയാം. അപ്പോൾ ഇവിടെ ഭഗവാനെ അറിയാൻ ഈ ലോകത്തിൽ നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ ധർമ്മത്തെ കണ്ടാൽ നമുക്ക് ഭഗവാന്റെ സാന്നിധ്യം ഉറപ്പിക്കാം. എവിടെയെല്ലാം കൃത്യമായ വ്യവസ്ഥയുണ്ടോ ആ വ്യവസ്ഥയ്ക്ക് പിന്നിൽ ഒരു ശക്തിയുണ്ട്. അത് ഭഗവാൻ വിനായകനാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സർപ്പവേഷ്ടിതോദരം, ധർമ്മമാകുന്ന സർപ്പത്തെ അദ്ദേഹം ഉദരത്തിൽ ധരിച്ചിരിക്കുന്നു. സർപ്പത്തിന് പ്രാണശക്തി എന്ന സൂചനയുണ്ട്. അപ്പൊ പ്രാണനെ നിയന്ത്രിച്ചു നിർത്തുന്നവൻ, നമ്മുടെ എല്ലാം കേന്ദ്രത്തിൽ ആ പ്രാണന്റെ ശക്തിയെ നിയന്ത്രിച്ചു നിർത്തി ആ ശക്തിയെ പ്രവഹിപ്പിക്കുന്നവൻ എന്ന് സൂചിപ്പിക്കാനും ഇവിടെ സർപ്പവേഷ്ടിതോദരം എന്ന് അർത്ഥമെടുക്കാം. കുണ്ടലിനി ശക്തിയുടെ പ്രതീകമായിട്ടും ഈ ചിഹ്നത്തെ നമുക്ക് കാണാം. കാരണം കുണ്ടലിനിയെ ധരിച്ചു നിർത്തുന്നതും അതിനെ ഉയർത്താൻ സഹായിക്കുന്ന ശക്തിയും ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് സർപ്പവേഷ്ടിതോദരം. സർപ്പമാലധാരിണം, സർപ്പത്തിന്റെ മാലയെ ധരിച്ചവൻ. മഹാദേവന്റെ പുത്രനായതുകൊണ്ട് മഹാദേവന്റെ ലക്ഷണങ്ങളൊക്കെ ഭഗവാനുമുണ്ട്. അതുകൊണ്ട് സർപ്പത്തിന്റെ മാലയെ ധരിച്ചിരിക്കുന്നു. സർപ്പം പ്രാണന്റെ സൂചനയായി എടുത്താൽ പ്രാണനെ ഹാരമായിട്ട് ധരിച്ചിരിക്കുന്നു. ഭഗവാൻ പ്രാണനെ ധരിച്ചത് കൊണ്ടാണ് നമ്മളൊക്കെ ജീവനോടെ ഇരിക്കുന്നത്. സർപ്പത്തെ അജ്ഞാനമായിട്ടെടുത്താൽ ആ അജ്ഞാനത്തെ കഴുത്തിൽ ധരിച്ചിരിക്കുന്നവൻ. കാരണം ഭഗവാനെ വിസ്മരിക്കുമ്പോഴാണ് പ്രപഞ്ചമുള്ളത്. അപ്പൊ നമ്മൾ ഈ ലോകം കാണുന്നത് തന്നെ ഭഗവത് വിസ്മരണ ഉണ്ടായത് കൊണ്ടാണ്. അതിൽ നിന്നും തിരിച്ചു ഭഗവത് സ്മരണ ഉണ്ടാവാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പൊ നമ്മൾ കാണുന്ന ഈ വിശ്വം അജ്ഞാനമാണ്. ആ അജ്ഞാനത്തെ കഴുത്തിൽ ധരിച്ചിരിക്കുന്നവനായതുകൊണ്ട് സർപ്പമാലധാരിണം.
അതുപോലെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ രോഗങ്ങളെയും ഇല്ലാതെയാക്കുന്നവനാണ് ഭഗവാൻ. അതുകൊണ്ട് അതിനെ മാലയായി ധരിച്ചിരിക്കുന്നു. തൻ്റെ നിയന്ത്രണത്തിലാണ് ഇവിടെ ഉണ്ടാകുന്ന രോഗങ്ങളെല്ലാം. ധർമ്മത്തിന് ച്യുതി സംഭവിക്കുമ്പോഴാണ് രോഗങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ധർമ്മത്തെ നിലക്കി നിർത്തുന്നവനാണ്. ഉദരത്തിൽ ധർമ്മം കെട്ടിയവനാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ധർമ്മത്തെ നിലക്കി നിർത്തുന്നവനായതുകൊണ്ട് രോഗങ്ങളെ എല്ലാം ഇല്ലാതെയാക്കുന്നവനാണ്. അതുകൊണ്ട് സർപ്പമാലധാരിണം. ഇങ്ങനെ എല്ലാം അർത്ഥത്തിൽ അദ്ദേഹത്തിന് ഈ പേര് വന്നിരിക്കുന്നു. ശങ്കരാദി പൂജിതം. ശം കരോതീതി ശങ്കര. ശം എന്നാൽ മംഗളം. മംഗളത്തെ ചെയ്യുന്നവൻ ആരോ അവൻ ശങ്കരൻ. മഹാദേവന്റെ പേരാണ് ശങ്കരൻ. മഹാദേവൻ തുടങ്ങിയിട്ടുള്ളവർ ഭഗവാനെ പൂജിക്കുന്നു. ഇതിനു മുമ്പ് പല സന്ദർഭങ്ങളിലും പറഞ്ഞു, എല്ലാ ദേവതമാരും ഉപാസിക്കുന്നത് ഭഗവാനെയാണ്. ഇനി ശങ്കര ശബ്ദം കൊണ്ട് നമുക്ക് ശങ്കരാചാര്യരെയും എടുക്കാം. അപ്പൊ ശങ്കരാചാര്യരെ പോലെയുള്ള മഹാഋഷിമാരും ഭഗവാനെ സദാ പൂജിക്കുന്നു. അല്ലെങ്കിൽ മഹാദേവൻ തന്നെ എടുക്കാം. മഹാദേവന്റെ അവതാരമായിട്ടാണ് ശങ്കരാചാര്യരെയും പറയാം. അപ്പൊ അതുകൊണ്ട് ശങ്കരാദി പൂജിതം. ഇവരെല്ലാവരും ഭഗവാനെ സദാ പൂജിച്ചുകൊണ്ടിരിക്കുന്നു. ശിവാത്മജം. ശിവന്റെ മകനായിട്ട് ആവിർഭവിച്ചവൻ. കഥകൾ പറയുന്ന സമയത്ത് നമ്മൾ പല ബന്ധങ്ങളും പറയും, കഥയുടെ ആ ഒഴുക്കിന് വേണ്ടി. എന്നാൽ അതിലുള്ള പൊരുളിനെ സൂക്ഷ്മമായി ഗ്രഹിക്കാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് ഇവിടെ ചേർത്ത് ശങ്കരനാൽ പൂജിക്കപ്പെടുന്നവനാണ് ശങ്കരന്റെ മകനാണ്. പിതാവ് പുത്രനെ പൂജിക്കുന്നു. എത്ര വിചിത്രമായ ഒരു ഭാവമാണ്. പക്ഷെ വാസ്തവത്തിൽ ഇവിടെ സൂചിപ്പിക്കുന്നത് പരബ്രഹ്മത്തെയാണ് എല്ലാ ദേവതകളും ഉപാസിക്കുന്നത്. ആ പരബ്രഹ്മ മൂർത്തി തന്നെയാണ് ഭഗവാൻ ഗണപതി. ഗണപതിയുടെ ആകാരം തന്നെ ബ്രഹ്മാകാരമാണ്. ഗണപതിയെ കണ്ടാൽ ബ്രഹ്മമാണെന്നും, കാരണം ബ്രഹ്മം എന്ന ശബ്ദത്തിന് വളരെ വലുതായിക്കൊണ്ടിരിക്കുന്നത് എന്നെല്ലാം അർത്ഥമുണ്ട്. അപ്പൊ ഗണപതിയുടെ ആ കായം, മഹാകായനാണ് ഭഗവാൻ. അപ്പൊ ആകാരം തന്നെ ബ്രഹ്മാകാരമാണ്. അതുകൊണ്ട് ഭഗവാൻ ബ്രഹ്മം തന്നെയാണ്. അപ്പൊ ബ്രഹ്മമായതുകൊണ്ട് എല്ലാവരും ഉപാസിക്കുന്നത് ബ്രഹ്മത്തെയാണ്. എല്ലാവർക്കും ആധാരം നൽകുന്നത് ബ്രഹ്മമാണ്. ധ്യാനിക്കുന്ന യോഗികളൊക്കെ ധ്യാനിക്കുന്നത് ബ്രഹ്മത്തെയാണ്. അതുകൊണ്ട് ശങ്കരാദി പൂജിതം ശിവാത്മജം. ഇനി ശിവാത്മജ ശബ്ദത്തിന് ശിവം എന്നാൽ മംഗളം. മംഗളമായ ആത്മാവ്. ആത്മാവ് എന്ന ശബ്ദം കൊണ്ട് ഇവിടെ മനസ്സിനെ സൂചിപ്പിക്കുന്നു. മംഗളമായ മനസ്സിൽ നിന്നും ജനിക്കുന്നവൻ. ഭക്തരുടെ ഹൃദയത്തിൽ ഭഗവാൻ ആവിർഭവിക്കുന്നുണ്ട്. പണ്ടെങ്ങോ ഉണ്ടായത് മാത്രമല്ല ഭഗവാന്റെ ആവിർഭാവം, ഇന്നും ഭഗവാൻ പ്രകടമാകുന്നുണ്ട് ഭക്തരുടെ ഹൃദയത്തെ. അപ്പൊ ആ ഹൃദയമാകുന്ന ആത്മാവിൽ അത് മംഗളമായി ഭവിച്ചാൽ, ഭക്തി ഉണ്ടെങ്കിൽ മംഗളം സ്വാഭാവികമായി സംഭവിക്കും. കാരണം എല്ലാം ശുദ്ധീകരിക്കുന്ന ശക്തിയാണ് ഭക്തി. അപ്പൊ ഭക്തി നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വർദ്ധിച്ചു വന്നാൽ നമ്മുടെ ഉള്ളിൽ നല്ല മംഗളപ്രദമാവും, നല്ല ശുദ്ധമാവും. ആ സമയത്ത് അവിടെ ഭഗവാൻ ആവിർഭവിക്കും. അതുകൊണ്ടും ശിവാത്മജനാണ് ഭഗവാൻ. അപ്പൊ ഭക്തിയിലൂടെ ഭഗവാനെ സമ്പാദിക്കാം എന്നെല്ലാം ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. സുഖാത്മകം. സുഖത്തെ സ്വരൂപമാക്കിയിട്ടുള്ളവർ. നമ്മൾ ദ്വൈതത്തിൽ കുടുങ്ങിപ്പോയവരാണ്. അതുകൊണ്ട് നമുക്ക് ആനന്ദം എന്ന അനുഭവം ഉണ്ടായിട്ടില്ല. നമ്മൾ കാണുന്നത് സുഖവും ദുഃഖവുമാണ്. ദുഃഖത്തെക്കാൾ നമുക്കിഷ്ടം സുഖമാണ്. അതുകൊണ്ട് ആ സുഖസ്വരൂപനായിരിക്കുന്നത് ഭഗവാനാണ്. അങ്ങനെ ഭഗവാനെ വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? സുഖമുണ്ടാകുമ്പോഴെല്ലാം അത് ഭഗവാനാണെന്നുള്ള ബോധം നമുക്കുണ്ടാവാനാണ്. സുഖമുണ്ടാവുമ്പോൾ ഭഗവാനാണെന്നുള്ള ബോധം ഉണ്ടാവുമ്പോൾ സുഖത്തിൽ മതിമറന്നുകൊണ്ട് നമ്മൾ ഭഗവാനെ വിസ്മരിക്കില്ല. സുഖത്തിലൂടെയും നമുക്ക് ഉപാസന നടക്കും. അപ്പോൾ കൂടുതൽ സുഖങ്ങൾ ഉണ്ടാവും. ഇനി സുഖാത്മകനാണെന്ന് പറയുമ്പോൾ സുഖത്തിന്റെ മറുവശമാണ് ദുഃഖം എന്ന് നമുക്ക് താത്വികമായി ഗ്രഹിക്കാം. അതുകൊണ്ട് സുഖവും ദുഃഖവുമായി വർത്തിക്കുന്നത് ഭഗവാനാണെന്ന് സൂക്ഷ്മമായി നമുക്ക് ഗ്രഹിക്കാം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ സുഖം ഉണ്ടാവുകയാണെങ്കിലും ദുഃഖം ഉണ്ടാവുകയാണെങ്കിലും അത് ഭഗവാൻ തന്നെയാണെന്ന് നമ്മൾ ഗ്രഹിക്കണം. അങ്ങനെ ഒരു വീക്ഷണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ സുഖത്തെയും ദുഃഖത്തെയും ഒരുപോലെ കാണാൻ നമുക്ക് സാധിക്കും. സ്ഥിതപ്രജ്ഞ ഭാവം ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ആ ഭാവം സ്വാഭാവികമായും ഭക്തിയിലൂടെ തന്നെ നമുക്ക് സിദ്ധിക്കും. അതല്ലെങ്കിൽ സുഖം തന്നെ സ്വരൂപമായിരിക്കുന്നവൻ, അഥവാ സുഖത്തിലൂടെ നേടാൻ സാധിക്കുന്നവൻ. സുഖം അനുഭവിക്കുന്ന സമയത്ത് മനസ്സ് ശാന്തമാകുമ്പോൾ ഉള്ളിൽ തെളിയുന്നു. അതുകൊണ്ടും സുഖാത്മകനാണ് ഭഗവാൻ. സാവധാനതാകരം. നമ്മുടെ ഉള്ളിൽ ശ്രദ്ധയെ ജനിപ്പിക്കുന്നവൻ. സാവധാനത എന്ന് പറഞ്ഞാൽ ശ്രദ്ധയാണ്. വളരെ ശ്രദ്ധയോടുകൂടി വേണം നമ്മൾ ഈ ലോകത്തിൽ വ്യവഹരിക്കാൻ. കാരണം മായ ഒരിക്കലും രക്ഷപ്പെടാത്ത വിധം നമ്മളെ കുടുക്കിക്കളയുന്ന ഒന്നാണ്. അപ്പൊ മായയിലൂടെ സഞ്ചരിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. കാരണം നമ്മൾ മായയിൽ ജനിച്ചവരാണ്. ജനിച്ചവരെല്ലാം മായയിലാണുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ മായയിലൂടെ വ്യവഹരിക്കണം. നിത്യവ്യവഹാരം നടത്തിയേ പറ്റൂ. ആ സമയത്ത് നമുക്ക് നല്ല ശ്രദ്ധയുണ്ടാവണം. ഈശ്വരനിലുള്ള വിശ്വാസമാണ് ശ്രദ്ധ എന്നൊരു വ്യാഖ്യാനമുണ്ട്.
ഗുരുവേദാന്ത വാക്യേഷു വിശ്വാസ എന്ന് ശങ്കരാചാര്യർ ഭാഷ്യത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ തലത്തിലുള്ള ശ്രദ്ധ എന്നും ഇവിടെ എടുക്കാം. അത് മാത്രമല്ല, വളരെ ശ്രദ്ധയോടുകൂടി ഏകാഗ്ര ബുദ്ധിയോടുകൂടി വേണം ഇവിടെ വ്യവഹരിക്കാൻ. അപ്പോൾ ആ ഏകാഗ്ര ബുദ്ധിയെ സാവധാനത എന്ന അർത്ഥത്തിൽ നമുക്ക് എടുക്കാം. അപ്പോൾ ആ ഏകാഗ്രതാ ബുദ്ധിയെ നമുക്ക് നൽകുന്നു. ഭഗവാനോട് ഭക്തി നമുക്കുണ്ടെങ്കിൽ അതിന്റെ ഫലമായിട്ട് നമ്മുടെ ബുദ്ധിക്ക് കൂർമ്മത, ആ സൂക്ഷ്മത ഭഗവാൻ പ്രദാനം ചെയ്യും. നല്ല തെളിമയുള്ള ബുദ്ധി ഉണ്ടാവും. അങ്ങനെ ഏകാഗ്ര ബുദ്ധി ഉള്ളവന് ഒരിക്കലും മനസ്സിനോട് ഒട്ടാതെ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കും. അപ്പൊ മനസ്സ് ലോകത്തിൽ വ്യവഹരിക്കും, അത് സുഖവും ദുഃഖവും ഒക്കെ അനുഭവിക്കും. അത് അതിന്റെ താളത്തിനനുസരിച്ച്, അതിന്റെ ധർമ്മത്തിനനുസരിച്ച് പോകുമ്പോഴും ബുദ്ധി സാക്ഷിയായിരിക്കും. അതിനത് ബാധിക്കാതിരിക്കും. സുഖം വന്നാലും ദുഃഖം വന്നാലും മനസ്സിനെ ബാധിക്കും, ബുദ്ധിയെ ബാധിക്കില്ല. അത്രയും ശ്രേഷ്ഠമായ ഭാവം ഭക്തന് പ്രദാനം ചെയ്യുന്നവനായതുകൊണ്ട് സാവധാനതാകരം എന്നിവിടെ വിളിച്ചിരിക്കുന്നു. സരസ്വതി പ്രദായകം, സരസ്വതിയെ നൽകുന്നവനാണ് ഭഗവാൻ. സരസ്വതി വിദ്യ, അറിവ്. അറിവ് സദാ ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് സരസ്വതി എന്ന അറിവിന് പേര് വന്നത്. അപ്പോൾ അറിവിന്റെ ദേവതയായിട്ട് സരസ്വതി ഉണ്ടാവാൻ കാരണം ഈ ഒഴുക്കാണ്. അറിവ് ഉള്ളവനിൽ നിന്നും ഇല്ലാത്തവനിലേക്ക് അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കണം. അറിവിനെ കെട്ടി നിർത്താൻ പാടില്ല. എന്തെങ്കിലും ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ മാത്രം അറിഞ്ഞാൽ മതി, ഇനി ആരും അറിയണ്ട എന്ന് പറഞ്ഞ് സ്വാർത്ഥ ബുദ്ധിയോടുകൂടി വെച്ചാൽ ആ അറിവ് കെട്ടുപോകും. അത് ആ അറിവ് ഉള്ളവനെ തന്നെ അത് നശിപ്പിക്കും. അതുകൊണ്ട് അറിവ് ഒഴുക്കി കൊടുക്കണം. അറിവില്ലാത്തവർക്ക് അറിവിനെ പ്രദാനം ചെയ്യണം. ആ പ്രദാനം ചെയ്യുന്നത് ഭഗവാന്റെ ഉപാസനയാണ്. അറിവ് പറഞ്ഞു കൊടുക്കുന്നത് തന്നെ സാധനയാണ്. അപ്പൊ അറിവ് പറഞ്ഞു കൊടുക്കുന്നവനാണ് ഭഗവാൻ എന്ന അർത്ഥത്തിൽ സരസ്വതി പ്രദായകം. ലോകത്തിന് മുഴുവൻ ഗുരുവായിരിക്കുന്നവൻ, ജഗദ്ഗുരുവായിരിക്കുന്നവൻ, വാക്കിനെ പ്രദാനം ചെയ്യുന്നവൻ. നമുക്ക് ആശയവിനിമയം നടത്താൻ വാക്ക് വേണം. ആ വാക്ക് നൽകുന്നവനായതുകൊണ്ടും സരസ്വതി പ്രദായകമാണ്. മന്ത്രം ജപിക്കണമെങ്കിൽ, നാമം ജപിക്കണമെങ്കിൽ, സാധന ചെയ്യണമെങ്കിൽ വാക്ക് വേണം. ആ മന്ത്രങ്ങളായും നാമങ്ങളായും ഒക്കെ വർത്തിക്കുന്നവൻ, അത് പ്രദാനം ചെയ്യുന്നവനായതുകൊണ്ട് സരസ്വതി പ്രദായകം. ഇനി ഒരു വ്യക്തി, ഒരു സാധാരണ മനുഷ്യൻ മറ്റുള്ളൊരാൾക്ക് അറിവിനെ പകർന്നു നൽകുകയാണെങ്കിൽ അവനിലൂടെ ആ അറിവിനെ പ്രദാനം ചെയ്യുന്നത് ഭഗവാനാണ്. നിമിത്ത മാത്രമാണ് ആ വ്യക്തി. ഈ ബോധം അറിവുള്ള എല്ലാവർക്കും ഉണ്ടാവണം. അപ്പൊ അവര് അറിവ് പകർന്നു കൊടുക്കുന്ന സമയത്ത് അവര് ഭഗവാന്റെ സാന്നിധ്യം അറിയണം. ഭഗവാൻ തന്നിലൂടെ പ്രവർത്തിക്കുകയാണെന്നുള്ള ബോധം അവർക്കുണ്ടാവണം. ആ സമയത്ത് അവരുടെ പ്രവൃത്തി തന്നെ ധ്യാനമായി മാറും. അപ്പൊ അതുകൊണ്ട് സരസ്വതി പ്രദായകം, ഈ ഭാവത്തിൽ ഭഗവാനെ ഉപാസിച്ചാൽ നല്ല അറിവ് നമുക്കുണ്ടാവും. സ്വാഭാവികമായി ഉള്ളിൽ നിന്ന് തന്നെ തെളിയും. പുറത്തുനിന്ന് കിട്ടേണ്ട ആവശ്യം പോലും വരില്ല. അകത്തു നിന്ന് തന്നെ എല്ലാ അറിവും ഭഗവാൻ പ്രദാനം ചെയ്യും. നമ്മുടെ മനസ്സിലുള്ള സംശയങ്ങളെല്ലാം നിവാരണം ചെയ്യും. അതുകൊണ്ട് സരസ്വതി പ്രദായകം. വിഘ്നശൈല വജ്രിനം വിനായകം നമാമ്യഹം. അഹം നമാമി, ഞാൻ നമിക്കുന്നു. ആരെ? വിനായകനെ, വിഘ്നമാകുന്ന പർവ്വതത്തിന്റെ ഇന്ദ്രനായിരിക്കുന്നവനെ. ഇതാണ് 4ാമത്തെ ശ്ലോകം. സർപ്പവേഷ്ടിതോദരം ച സർപ്പമാലധാരിണം ശങ്കരാദിപൂജിതം ശിവാത്മജം സുഖാത്മകം സാവധാനതാകരം സരസ്വതി പ്രദായകം വിഘ്നശൈല വജ്രിനം വിനായകം നമാമ്യഹം. അടുത്തത് 5ാമത്തെ ശ്ലോകമാണ്. വിഘ്നമത്ത നാഗസിംഹമുഗ്രനേത്രനാസികം വിഘ്നമേഘജാലനാശകാരി ചണ്ഡമാരുതം വിഘ്നദാവവഹ്നിവാരി വാരി വാരി വാഹകം വിഘ്നശൈല വജ്രിനം വിനായകം നമാമ്യഹം. വിഘ്നമത്ത നാഗസിംഹം. നാഗം എന്നാൽ ആന എന്നാണ് അർത്ഥം. സിംഹം എന്നാൽ സിംഹം തന്നെ. അപ്പൊ നാഗസിംഹം എന്ന് പറഞ്ഞാൽ ഗജകേസരി എന്നർത്ഥം വരും. സിംഹശബ്ദത്തിന് ശ്രേഷ്ഠം എന്നർത്ഥമുണ്ട്. അപ്പൊ വളരെ ശ്രേഷ്ഠമായ ആന എന്നർത്ഥം നാഗസിംഹത്തിന് വന്നു. സിംഹത്തെ പോലെ ബലമുള്ള ആന എന്നർത്ഥത്തിൽ നാഗസിംഹ ശബ്ദം വന്നു. അപ്പോ വിഘ്നമാകുന്ന മത്ത നാഗസിംഹമാണ്. വിഘ്നമാകുന്ന, നമ്മുടെ ജീവിതത്തിൽ വിഘ്നം വരുന്നത് മത്തമായിരിക്കുന്ന, മത്ത് പിടിച്ചിട്ടുള്ള, മതപ്പാടോട് കൂടിയിട്ടുള്ള അതിബലശാലിയായ ഒരു ആനയുടെ ഭാവത്തിലാണ്. ഭഗവാന്റെ മുഖം ആനയുടെ മുഖമാണ്. അപ്പൊ ഭഗവാൻ ആനയായിട്ടാണ് ഇരിക്കുന്നത് എന്ന് സങ്കല്പിച്ചാൽ ആ ആന തന്നെയാണ് വിഘ്നം. നമ്മുടെ ജീവിതത്തിൽ ആ ആന വന്നുകൊണ്ട് നമുക്ക് തടസ്സങ്ങളെയും സൃഷ്ടിക്കുന്നു, ആ തടസ്സങ്ങളെ നീക്കിത്തരികയും ചെയ്യുന്നു. അപ്പൊ ആനയുടെ കൃപയുണ്ടെങ്കിൽ തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. അതുകൊണ്ട് നാഗസിംഹനാണ്, വിഘ്നമത്ത നാഗസിംഹനാണ്. ഇനി വിഘ്നത്തെ ഇല്ലാതെയാക്കുന്ന, വിഘ്നമാകുന്ന ബാധയെ ഇല്ലാതെയാക്കുന്ന മത്തനാഗസിംഹമാണെന്നുള്ള അർത്ഥവും വരും. അപ്പൊ വിഘ്നത്തെ ആനയായിട്ട് കാണാം, അതൊരു ഭാവം. അതല്ലെങ്കിൽ വിഘ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മറ്റു മൃഗങ്ങളായിട്ട് വരുമ്പോൾ അതിനെ ആട്ടിയോടിക്കുന്ന, അതിനെ ഇല്ലാതെയാക്കുന്ന മത്തഗജമാണ്
ഭഗവാൻ എന്നർത്ഥവും ഇവിടെ വന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ എല്ലാ വിഘ്നങ്ങളെയും ഇല്ലാതെയാക്കണം എന്ന പ്രാർത്ഥന ആ നാമത്തിലുണ്ട്. അതുകൊണ്ട് വിഘ്നമത്ത നാഗസിംഹം, ഉഗ്രനേത്ര നാസികം, ഭഗവാന്റെ നേത്രവും നാസികയും. നാസിക എന്നാൽ ഇവിടെ തുമ്പിക്കൈയാണ് സൂചിപ്പിക്കുന്നത്. ഇത് രണ്ടും ഉഗ്രമാണ്. ഉഗ്രമാണെന്ന് പറഞ്ഞാൽ വളരെയധികം പ്രതാപമുള്ളതാണ്, ആരെയും ഭയപ്പെടുത്തുന്നതാണ്, ആർക്കും എതിർത്ത് നിൽക്കാൻ പറ്റാത്തതാണ്. അങ്ങനെ പറയുമ്പോൾ ഇവിടെ നേത്രം എന്ന് പറയുമ്പോൾ ഭഗവാൻ എല്ലാം കാണുന്നു, സർവാന്തര്യാമിയാണ്, അതുകൊണ്ട് ഉഗ്രനേത്രനാണെന്നുള്ള സൂചന വന്നു. നമുക്ക് ഭഗവാനിൽ നിന്നും ഒന്നും മറയ്ക്കാൻ പറ്റില്ല. പുറമേക്ക് നമുക്ക് അഭിനയിക്കാം, ഭക്തി ഉള്ളതുപോലെ അഭിനയിക്കാം, വിനയമുള്ളതുപോലെ അഭിനയിക്കാം, നല്ലവനായിട്ട് അഭിനയിക്കാം, ഇതൊക്കെ നമുക്ക് ചെയ്യാം. ലോകത്തെ ഒരു പക്ഷെ പറ്റിക്കാൻ പറ്റിയെന്ന് വരാം, പക്ഷെ ഭഗവാനെ പറ്റിക്കാൻ പറ്റില്ല. കാരണം ഭഗവാൻ ഉഗ്രനേത്രനാണ്, നമ്മുടെ എല്ലാം ഉള്ളിലുള്ളതിനെ അറിയുന്നവനാണ്. അതുപോലെ ഉഗ്രമായ നാസികയുള്ളവൻ എന്ന് പറയുമ്പോൾ വാസനയെ ഗ്രഹിക്കാനാണ് നമ്മൾ നാസികയെ, മൂക്കിനെ ഉപയോഗിക്കുക. അപ്പൊ നമ്മുടെ വാസനയെ അറിയുന്നവനാണ്, എല്ലാ വാസനകളെയും അറിയുന്നവനാണ്. നമുക്ക് പോലും പലപ്പോഴും നമ്മുടെ വാസനയെ കുറിച്ച് ധാരണയുണ്ടാകും. അത് ആഗ്രഹങ്ങളായി പ്രകടമാകുമ്പോൾ മാത്രമാണ് അത് ഉണ്ടെന്ന് പോലും നമ്മൾ അറിയുന്നത്. എന്നാൽ ഭഗവാൻ സൂക്ഷ്മഭാവത്തിൽ, ബീജഭാവത്തിലുള്ള വാസനകളെ പോലും വ്യക്തമായി അറിയുന്നു. നമ്മുടെ ഉള്ളിൽ എന്താണെന്ന് വ്യക്തം, അതുകൊണ്ടാണ് ഉഗ്രനേത്ര നാസികം, വ്യക്തമായി അദ്ദേഹം അറിയുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അനുഗ്രഹം ഇത് ഉൾക്കൊണ്ടിട്ടായിരിക്കും. നമ്മൾ ആവശ്യപ്പെടുന്നത് നമുക്ക് കിട്ടണമെന്നില്ല, നമ്മൾ അർഹിക്കുന്നത് ഭഗവാൻ നമുക്ക് നൽകും. സമർപ്പണ ഭാവത്തോടു കൂടിയുള്ള ഭക്തിയിൽ എപ്പോഴും അർഹിക്കുന്നത് ഭഗവാൻ സന്തോഷത്തോടു കൂടി തരും. അങ്ങനെ കിട്ടിയതെല്ലാം തന്നെ ക്ഷേമകരമായിരിക്കും. അതല്ലാതെ വ്യക്തമായ ലക്ഷ്യത്തോടു കൂടി ഇന്നത് നേടിയെടുക്കണമെന്ന് പറഞ്ഞു വാശി പിടിച്ച് ഉപാസന നടത്തും. പല സൂക്ഷ്മമായ ക്രമങ്ങളിലൂടെയും ഭഗവത് പ്രീതി നേടി കാര്യസാധ്യത്തിനു വേണ്ടിയുള്ള ഉപാസനകളുണ്ട്, പല പദ്ധതികൾ അങ്ങനെയുണ്ട്. അങ്ങനെ ഉപാസിക്കുമ്പോൾ എന്താണോ ചോദിച്ചത് അത് നൽകും. പക്ഷെ ആ നൽകുന്നത് കൊണ്ട് നമുക്ക് ക്ഷേമം ഉണ്ടാവണമെന്ന് ഒരു ഉറപ്പുമില്ല. പലപ്പോഴും അങ്ങനെ ലഭിക്കുന്ന വസ്തുക്കളിൽ നിന്നാണ് നാശമുണ്ടാവുന്നത്. അപ്പോൾ സമർപ്പണ ഭാവത്തോടു കൂടി വേണം ഉപാസിക്കാൻ. കാരണം നമ്മുടെ ഉള്ളിനെ വളരെ വ്യക്തമായി അറിയുന്നവനാണ് ഭഗവാൻ. അപ്പോൾ നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായത് അദ്ദേഹം നൽകും. അതുകൊണ്ടാണ് വിനായകൻ എന്ന പേര് തന്നെ നൽകിയത്. വിശേഷേന നയിക്കുന്നവനാണ്. അദ്ദേഹം എങ്ങോട്ട് നയിക്കുന്നുവോ അങ്ങോട്ട് നടന്നുകൊള്ളണം. അതുകൊണ്ട് എല്ലാ മംഗളങ്ങളും നമുക്കുണ്ടാവും. അപ്പൊ നമ്മൾ നമ്മുടേതായ ആവശ്യങ്ങളെ മാറ്റി നിർത്തി ഭഗവാന്റെ ഇച്ഛയെ സ്വീകരിക്കുക എന്ന സൂചനയുണ്ട് ഉഗ്രനേത്രനാസികം എന്ന പ്രയോഗത്തിൽ. അടുത്തതായി പറയുന്നു വിഘ്നമേഘജാലനാശകാരി ചണ്ഡമാരുതം. വിഘ്നമാകുന്ന മേഘജാലത്തെ നശിപ്പിക്കുന്ന ചണ്ഡം എന്ന് പറഞ്ഞാൽ വളരെ തീവ്രതയുള്ള, വളരെ വേഗതയുള്ള മാരുതൻ, കാറ്റാണ്. നല്ല കാറ്റ് വീശുന്ന സമയത്ത് എത്ര മേഘങ്ങൾ ആകാശത്തുണ്ടെങ്കിലും അതെല്ലാം നീങ്ങും. അതെല്ലാം നീങ്ങിക്കഴിഞ്ഞാൽ സൂര്യപ്രകാശം നമുക്ക് ലഭിക്കും. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ വിജയമാകുന്ന സൂര്യന്റെ പ്രകാശം നമുക്ക് ലഭിക്കാതെ പോകാനുള്ള കാരണം, സക്സസ് കിട്ടാതെ പോകാനുള്ള കാരണം, വിഘ്നങ്ങളാകുന്ന മേഘജാലങ്ങൾ നമ്മുടെ മുകളിൽ വന്നിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്, ആ സൂര്യനെ മറയ്ക്കുകയാണ്. അപ്പൊ ആ സൂര്യനെ, ആ വിജയ സൂര്യനെ കാണാൻ വേണ്ടി കൊതിക്കുന്ന ഭക്തന്റെ ജീവിതത്തിലേക്ക് ചണ്ഡമാരുതനായിട്ട് ഭഗവാൻ വരും. അതിവേഗം പ്രവഹിക്കുന്ന കാറ്റായിട്ട് വരും. അങ്ങനെ വന്നിട്ട് ആ മേഘജാലങ്ങളെ മുഴുവൻ നീക്കും. അങ്ങനെ നമുക്ക് വിജയ സൂര്യത്തെ കാണിച്ചു തരും, നമുക്ക് ജീവിതത്തിൽ വിജയത്തെ പ്രദാനം ചെയ്യും. അതുകൊണ്ട് വിഘ്നമേഘജാലനാശകാരി ചണ്ഡമാരുതം, ഭഗവാൻ ഈ ഭാവത്തിൽ ധ്യാനിക്കുന്ന സമയത്ത് ജീവിതത്തിൽ നല്ല വിജയം നേടാൻ നമുക്ക് സാധിക്കും. വിഘ്നദാവവഹ്നി വാരി 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 വാഹകം. വിഘ്നമാകുന്ന ദാവവഹ്നി, ദാവവഹ്നി എന്ന് പറഞ്ഞാൽ കാട്ടുതീ. അപ്പോൾ വിഘ്നമാകുന്ന കാട്ടുതീ. അത് കഴിഞ്ഞ് വാരി എന്ന ശബ്ദം 3 തവണ വരുന്നുണ്ട്. വാരി 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 എന്ന്. ആദ്യത്തെ വാരി എന്ന് പറയുന്നത് തടുക്കുന്ന എന്നർത്ഥമാണ്, വാരണം ചെയ്യുന്ന എന്നർത്ഥമാണ്. അപ്പോൾ വിഘ്നമാകുന്ന കാട്ടുതീയിനെ തടുക്കുന്ന. രണ്ടാമത്തെ വാരി ശബ്ദത്തിന് ജലം എന്നാണ് അർത്ഥം. അപ്പൊ ആ കാട്ടുതീ ഇങ്ങനെ പടർന്നു വരികയാണ്. അപ്പൊ അതിനെ തടുക്കാൻ കേൾപ്പുള്ള ജലത്തെ, മൂന്നാമത്തെ വാരി ശബ്ദം കുടത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഒരു കുടമുണ്ട്, അതിൽ ജലമുണ്ട്. ആ ജലം ഉപയോഗിച്ചിട്ട് ഈ കാട്ടുതീയിനെ തടയാൻ പറ്റും. അതിനെ വഹിക്കുന്നവൻ, അതാണ് വാഹകം. അപ്പൊ അതായത് ഭഗവാന്റെ കയ്യിൽ ഒരു കുടമുണ്ട്, ആ കുടത്തിൽ നിറയെ ജലമുണ്ട്. ആ ജലം കൊണ്ട് ഭഗവാൻ വിഘ്നമാകുന്ന ദാവവഹ്നിയെ ശമിപ്പിക്കുന്നു. നമ്മൾ ഭഗവാന്റെ പ്രസാദത്തെ സമ്പാദിച്ചാൽ, ഭഗവാനിൽ ശുദ്ധമായ ഭക്തി നമുക്കുണ്ടായി, ഭഗവാനോടൊരു ബന്ധം നമുക്ക് സ്ഥാപിക്കാൻ പറ്റിയാൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മെ ചുടുന്ന, നമ്മളെ ഇങ്ങനെ തപിപ്പിക്കുന്ന
കാട്ടുതീ, ഈ വിഘ്നങ്ങളാകുന്ന കാട്ടുതീ വരുന്ന സമയത്ത് ഭഗവാൻ തന്റെ കയ്യിൽ പിടിച്ചിട്ടുള്ള ആ കുംഭത്തിൽ നിന്നുമുള്ള ജലം തളിച്ചുകൊണ്ട്, വെറുതെ അങ്ങനെ തളിച്ചാൽ മതി, ആ കാട്ടുതീ ഇല്ലാതെയാകും. ആ വിഘ്നങ്ങളെ ഇല്ലാതെയാക്കി നമ്മുടെ താപങ്ങളെ ഇല്ലാതെയാക്കുന്നവനായതുകൊണ്ട് വിഘ്നദാവവഹ്നി വാരി 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 വാഹകം എന്ന് ഭഗവാനെ വിളിച്ചിരിക്കുന്നു. വിഘ്നശൈല വജ്രിനം വിനായകം നമാമ്യഹം. അഹം നമാമി, ഞാൻ നമിക്കുന്നു. വിനായകനെ, വിഘ്നശൈലങ്ങളുടെ ഇന്ദ്രനായിരിക്കുന്നവനെ ഞാൻ നമിക്കുന്നു. ഇതാണ് 5ാമത്തെ ശ്ലോകം. വിഘ്നമത്തനാഗസിംഹമുഗ്രനേത്രനാസികം വിഘ്നമേഘജാലനാശകാരി ചണ്ഡമാരുതം വിഘ്നദാവവഹ്നി വാരി 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 വാഹകം വിഘ്നശൈല വജ്രിനം വിനായകം നമാമ്യഹം. അടുത്തത് 6ാമത്തെ ശ്ലോകമാണ്. വിഘ്നസിന്ധു വാടവാഗ്നി മിന്ദുഖണ്ഡമണ്ഡിതം വിഘ്നഗോപമഷ്ടസിദ്ധിയുക്ത ഭക്തസേവിതം ശൂർപകർണവക്രതുണ്ഡ കുംഭഗണ്ഡശോഭിതം വിഘ്നശൈല വജ്രിനം വിനായകം നമാമ്യഹം. വിഘ്ന സിന്ധു, സിന്ധു എന്നാൽ സമുദ്രം, വിഘ്നമാകുന്ന സമുദ്രത്തിൽ വാടവാഗ്നി, വാടവാഗ്നി എന്ന് പറഞ്ഞാൽ സമുദ്രത്തിന്റെ ഉള്ളിൽ വസിക്കുന്ന അഗ്നിയാണ്. ഈ അഗ്നിയുടെ താപം കൊണ്ടാണ് സമുദ്രത്തിന്റെ ജലം നിലയ്ക്ക് നിർത്തപ്പെടുന്നത്. സമുദ്രജലം കരകവിഞ്ഞൊഴുങ്ങാത്തതിനുള്ള കാരണം ഈ അഗ്നിയാണ്. അവസാനം പ്രളയകാലത്ത് ഈ അഗ്നി അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്ന് എല്ലാത്തിനെയും ഭസ്മമാക്കുമെന്നും പറയപ്പെടുന്നു. അപ്പൊ ആ ശക്തിയുള്ള അഗ്നി ഇതിൻ്റെ ഉള്ളിലുണ്ട്, സമുദ്രത്തിന്റെ ഉള്ളിൽ. ഒരു കുതിരയുടെ ആകൃതിയിലാണ് അത് ഇരിക്കുന്നത് എന്നൊക്കെ പറയും. ഇങ്ങനെ ജ്വലിക്കുന്ന ഒരു കുതിരയായിട്ടാണ് ഇത് ഇരിക്കുന്നത് എന്നൊക്കെ പറയും. അതാണ് വാടവാഗ്നി. അപ്പോ വിഘ്നമാകുന്ന, നമ്മുടെ ഇപ്പൊ ഭൂമിയിലുള്ള സമുദ്രത്തിന്റെ ഉള്ളിൽ ഈ വാടവാഗ്നിയുണ്ട്. അതേപോലെ വിഘ്നമാകുന്ന സമുദ്രത്തിന്റെ ഉള്ളിലുള്ള വാടവാഗ്നിയാണ് ഭഗവാൻ. അതായത് ഇപ്പൊ ഏതുപോലെയാണോ സമുദ്രത്തിന്റെ ജലത്തെ കരകവിയാതെ നിലക്കി നിർത്തുന്നത്, അതുപോലെ വിഘ്നമാകുന്ന സമുദ്രത്തെ നിലക്കി നിർത്തുന്നവനാണ് ഭഗവാൻ. അതിന് ഒരു വാടവാഗ്നിയായി വർത്തിക്കുന്നവനാണ് ഭഗവാൻ എന്ന സൂചന അവിടെയുണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിലേക്ക് വിഘ്നം കയറി കയറി നമ്മെ ജീവിക്കാൻ പറ്റാത്ത വിധം ക്ലേശിപ്പിക്കാതിരിക്കുന്നത് ഭഗവാന്റെ കൃപയുള്ളത് കൊണ്ടാണ്. അഥവാ ഭഗവാന്റെ കൃപ സമ്പാദിച്ചാൽ നമ്മുടെ നേർക്ക് ഇങ്ങനെ വരുന്ന വിഘ്നങ്ങൾ പിന്തിരിഞ്ഞു പോയി അതിന്റെ നിലയ്ക്ക് നിൽക്കും. അതുകൊണ്ട് വിഘ്ന സിന്ധു വാടവാഗ്നിം എന്ന് അദ്ദേഹത്തെ വിളിച്ചിരിക്കുന്നു. ഇന്ദുഖണ്ഡ മണ്ഡിതം, ചന്ദ്രക്കലയെ അലങ്കാരമായി ധരിച്ചവൻ. ചന്ദ്രക്കല അമൃതത്തിന്റെയും ആനന്ദത്തിന്റെയും സൂചകമാണ്. ഭഗവാൻ സദാ അമൃതം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു, ആനന്ദം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അമൃതം എന്നും ആനന്ദം എന്നും വിശേഷിപ്പിക്കുന്നത് ആത്മാവിനെയാണ്, ബ്രഹ്മത്തെയാണ്. ഭഗവാൻ സ്വയം പരബ്രഹ്മമാണ്. അതുകൊണ്ട് ഭഗവാൻ ആത്മാനുഭൂതിയിൽ രതനാണ്. ആത്മാനുഭൂതിയിൽ ഇരിക്കുന്നതിനെ സൂചിപ്പിക്കാനാണ് ചന്ദ്രക്കലയെ ധരിച്ചിട്ടുള്ളത്. മഹാദേവൻ ചന്ദ്രക്കല ധരിച്ചിട്ടുള്ളതും ഇതേ തത്വത്തിന് കാണിക്കാനാണ്. അപ്പൊ മഹാദേവന്റെ മകനായതുകൊണ്ട് അദ്ദേഹത്തെ പോലെ തന്നെ ആ ഇന്ദു ഖണ്ഡത്തെ അദ്ദേഹം ധരിച്ചിരിക്കുന്നു, ചന്ദ്രക്കലയെ അദ്ദേഹം ശിരസിൽ ധരിച്ചിരിക്കുന്നു. അതുപോലെ ചന്ദ്രക്കല മനസ്സിന്റെ പ്രതീകമാണ്. പൂർണ്ണചന്ദ്രനെ അല്ല ധരിച്ചിട്ടുള്ളത്, കലയെയാണ്, അംശത്തെയാണ് ധരിച്ചിട്ടുള്ളത്. അപ്പൊ മനസ്സിനെ ശാന്തമാക്കി ഇരിക്കുന്നവൻ എന്ന സൂചനയും അവിടെയുണ്ട്. ഭഗവാന്റെ പ്രസാദം ഉണ്ടായാൽ നമ്മുടെ മനസ്സ് ശാന്തമാവും. അത് ഉറങ്ങിയ അവസ്ഥയിലായിരിക്കില്ല, പ്രകാശിക്കുന്നുണ്ടാവും, പക്ഷെ വളരെ ശാന്തമായിരിക്കും. അതുകൊണ്ടാണ് ചന്ദ്രക്കല സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ദുഖണ്ഡ മണ്ഡിതം. വിഘ്നഗോപം, വിഘ്നത്തെ രക്ഷിക്കുന്നവൻ, വിഘ്നത്തിൽ നിന്നും രക്ഷിക്കുന്നവൻ. രണ്ടർത്ഥവും വിഘ്നഗോപ ശബ്ദത്തിനുണ്ട്. വിഘ്നത്തെ രക്ഷിക്കുന്നവൻ എന്ന് പറയുമ്പോൾ വിഘ്നങ്ങളെ സൃഷ്ടിക്കുന്നത് അദ്ദേഹമാണ്. ഈ പ്രപഞ്ചത്തിൽ പല തടസ്സങ്ങളുമുണ്ട്, അതവിടെ നിലനിൽക്കുന്നുണ്ട്. അത് നിലനിർത്തുന്നത് ഭഗവാനാണ്. ആ തടസ്സങ്ങളെയെല്ലാം നീക്കി അതിനെ അധികരിച്ച് നമുക്ക് നടക്കാൻ സാധിക്കുന്നതും ഭഗവത് കൃപ കൊണ്ടാണ്. അപ്പോൾ വിഘ്നത്തെ രക്ഷിക്കുന്നവൻ, വിഘ്നത്തിൽ നിന്നും ഭക്തരെ രക്ഷിക്കുന്നവൻ എന്ന രണ്ടർത്ഥത്തിലും വിഘ്നഗോപം എന്ന് ഭഗവാനെ വിളിച്ചിരിക്കുന്നു. അഷ്ടസിദ്ധിയുക്ത ഭക്ത സേവിതം. ഭഗവാൻ ഭക്തരാൽ സദാ സേവിക്കപ്പെടുന്നവനാണ്. എങ്ങനെയുള്ള ഭക്തരാണ് ഭഗവാന്റെ? അഷ്ടസിദ്ധിയുക്തരാണ്, അഷ്ടസിദ്ധികൾ ഉള്ളവരാണ്. അഷ്ടസിദ്ധികൾ എന്ന് പറഞ്ഞാൽ അണിമ, മഹിമ, ലഘിമ, ഗരിമ, പ്രാപ്തി, പ്രാകാമ്യം, ഈശിത്വം, വശിത്വം. ഇതാണ് 8 സിദ്ധികൾ. അതായത് ചെറുതാവുക, വലുതാവുക, ഭാരം കുറയ്ക്കുക, ഭാരം കൂട്ടുക, ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് എത്തിപ്പെടുക, ആഗ്രഹിച്ചത് നേടിയെടുക്കുക, പഞ്ചഭൂതങ്ങളെ നിയന്ത്രിക്കുക, അതുപോലെ ആൾക്കാരെ തന്റെ വശത്താക്കുക. ഇതൊക്കെയുള്ളതാണ് 8 സിദ്ധികൾ. ഈ 8 സിദ്ധികൾക്കാണ് ഈ പറഞ്ഞ പേരുകളുള്ളത്. ഈ 8 സിദ്ധികളോടുമൊത്ത ഭക്തരാണ് ഭഗവാനെ സേവിക്കുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഭഗവാനെ സേവിച്ചാൽ, ഭഗവാനോട് ഭക്തി സിദ്ധിച്ചാൽ ഈ അഷ്ടസിദ്ധികളും സ്വാഭാവികമായിട്ടും വരും.
ഈ അഷ്ടസിദ്ധികളെ നേടാനായിട്ട് ഭക്തൻ പരിശ്രമിക്കേണ്ട ആവശ്യമില്ല. ഈ അഷ്ടസിദ്ധികളും ഭഗവാനെയാണ് സേവിക്കുന്നത്. അതുകൊണ്ട് ഭഗവാനെ സേവിക്കുന്ന ഭക്തരുടെ സേവയ്ക്കായിക്കൊണ്ടും ഭഗവാൻ ഇതിനെ നിയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഭഗവാനോട് ഭക്തിയുണ്ടായി ഭഗവത് പാദത്തെ സേവിച്ചു കൊണ്ടിരിക്കുന്നവനായി നമ്മൾ ഭവിച്ചാൽ നമുക്ക് ഈ അഷ്ടസിദ്ധികളുടെയും സംരക്ഷണം ലഭിക്കും, സേവനം ലഭിക്കും. അപ്പൊ ജീവിതത്തിൽ വളരെ ഉയർന്ന സിദ്ധികൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ അതിനായിട്ട് പരിശ്രമിക്കാതെ ഭഗവത് അനുഗ്രഹത്തിന് വേണ്ടി പരിശ്രമിക്കണമെന്നാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. കാരണം സിദ്ധികളെല്ലാം ക്ഷണികമാണ്, താൽക്കാലികമാണ്. അതിന്റെ പിന്നാലെ പോകരുത്. അത് ലഭിച്ചാൽ ഒരു അലങ്കാരമായി ഭഗവത് പ്രസാദമായി അതിനെ സ്വീകരിക്കാം. അതിൽ അഹങ്കരിച്ചോ അതിൽ മതിമറന്നോ ജീവിക്കാൻ പാടില്ല. അപ്പൊ ഭഗവാനെ സേവിക്കുന്നവരാണിത്. ഭഗവാനോട് ഭക്തി ഉണ്ടായതുകൊണ്ട്, ഭഗവാന്റെ കരുണ ലഭിച്ചത് കൊണ്ട് ഇവ എന്നെയും കൂടി സേവിക്കുന്നു എന്ന വിചാരം ഭക്തനുണ്ടാവണം. കാരണം സാധനയിൽ നമ്മൾ ഉയരാൻ തുടങ്ങുമ്പോൾ ഇത്തരം സിദ്ധികൾ പ്രകടമാവാൻ തുടങ്ങും. അത് നമ്മളെ വഴിതെറ്റിപ്പിക്കാൻ പ്രാപ്തമാണ്. പക്ഷെ ഭഗവത് ഭക്തിയിൽ ഉറപ്പുണ്ടെങ്കിൽ അത് നമ്മളെ സേവിച്ചുകൊണ്ട് നമ്മുടെ അടിമകളായിട്ടിരിക്കും, ഒരിക്കലും നമ്മളെ ഭരിക്കാൻ വരില്ല. അതുകൊണ്ട് അഷ്ടസിദ്ധിയുക്ത ഭക്ത സേവിതം എന്ന് അദ്ദേഹത്തെ വിളിച്ചിരിക്കുന്നു. ശൂർപ്പകർണ വക്രതുണ്ട കുംഭഗണ്ഡ ശോഭിതം. ശൂർപ്പമായ കർണമുള്ളവൻ. ശൂർപ്പം എന്നാൽ മുറം. അപ്പൊ മുറത്തിന്റെ ആകൃതിയിലുള്ള ചെവികളുള്ളവൻ, നല്ല വലിയ ചെവിയുള്ളവൻ. വക്രതുണ്ടം, തുണ്ടം എന്നാൽ തുമ്പിക്കൈ, വളഞ്ഞു വെച്ചിട്ടുള്ള തുമ്പിക്കൈയോട് കൂടിയവൻ. എന്തുകൊണ്ടാണ് വളഞ്ഞു വെച്ചിട്ടുള്ളത്? നല്ല നീളമുള്ള തുമ്പിക്കൈയാണ്, വളരെ നീളമുള്ള തുമ്പിക്കൈയാണ്. അദ്ദേഹം ആഗ്രഹിക്കുന്നതെല്ലാം അദ്ദേഹത്തിന് ഗ്രഹിക്കാൻ പറ്റും. ഇപ്പൊ അഷ്ടസിദ്ധികളിൽ ഒന്നാണ് പ്രാപ്തി, പ്രാകാമ്യം, ഇഷ്ടമുള്ളതെല്ലാം നേടിയെടുക്കാൻ, അതുപോലെ പ്രാപ്തി, ഇഷ്ടപ്പെടുന്ന സ്ഥലത്തേക്ക് എത്തിപ്പെടാനുള്ള സിദ്ധികളൊക്കെയാണ്. ഇത് ഭഗവാൻ ഉണ്ടെന്ന് സൂചിപ്പിക്കാൻ കൂടിയാണ് ആ വലിയ തുമ്പിക്കൈ. അദ്ദേഹത്തിന് അപ്രാപ്യമായിട്ട് ഒന്നും തന്നെയില്ല, എന്തും പ്രാപിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ തുമ്പിക്കൈ അദ്ദേഹം ഇങ്ങനെ ചുരുട്ടി വയ്ക്കും. കാരണം അത്രയും നീളമുണ്ട്, തന്റെ നിയന്ത്രണത്തിൽ വെച്ചിരിക്കുകയാണ്. വേണമെങ്കിൽ ആവശ്യമുള്ളത് നേടിയെടുക്കാൻ അദ്ദേഹത്തിന് പറ്റും. അപ്പോൾ ശൂർപ്പകർണനാണ്, വക്രതുണ്ടനാണ്. കുംഭം അദ്ദേഹത്തിനുണ്ട്. കുംഭം എന്ന് പറഞ്ഞാൽ ആനയുടെ തലയിലുള്ള രണ്ട് ഗോളങ്ങളാണ്. ആനയുടെ നെറ്റി കണ്ടാൽ അറിയാം, കുംഭം പോലെ, കുടത്തെ പോലെ രണ്ടെണ്ണം ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ അതുണ്ട് ഭഗവാൻ. കാരണം ആനയുടെ ശിരസ്സാണ്. അപ്പൊ തുമ്പിക്കൈയും നല്ല നീണ്ട തുമ്പിക്കൈയാണ്. അതുപോലെ നല്ല ഗോളാകൃതിയിലുള്ള കുംഭം അദ്ദേഹത്തിനുണ്ട്. ഗണ്ഡം എന്നാൽ കവിൾത്തടം. അപ്പൊ ആനയുടെ നല്ല തുടുതുടുത്ത നല്ല ശോഭിക്കുന്ന കവിൾത്തടമാണ് ഭഗവാനുള്ളത്. നല്ല കവിളുള്ളവനാണ്. ഇങ്ങനെയെല്ലാമുള്ള ഭാവത്തിൽ ശോഭിക്കുന്നവനാണ് ഭഗവാൻ. അപ്പോൾ ശൂർപ്പകർണം എന്ന് പറയും, നല്ല മുറത്തിന്റെ ആകൃതിയിലുള്ള വലിയ ചെവിയാണ്. വലിയ ചെവി സൂചിപ്പിക്കുന്നത് ഭഗവാൻ എല്ലാം ശ്രവിക്കുന്നവനാണ് എന്നതിലാണ്. അതായത് എല്ലാം കേട്ട് മനസ്സിലാക്കുന്നവനാണ്, ഭക്തരുടെ പ്രാർത്ഥനയെ കേൾക്കുന്നവനാണ്. അതുകൊണ്ട് വലിയ ചെവിയുണ്ട്. അറിവ് നമ്മൾ സമ്പാദിക്കുന്നത് കേട്ടിട്ടാണ്. അപ്പോൾ നല്ലോണം കേട്ടിട്ടുള്ളവനാണെന്ന് സൂചിപ്പിക്കാൻ, അതായത് നല്ല അറിവുള്ളവനാണെന്ന് സൂചിപ്പിക്കാനും വലിയ ചെവിയുണ്ട്. ഭക്തര് ഭഗവാനെ വിളിച്ചാൽ ഭഗവാൻ വിളി കേട്ടിരിക്കുമെന്ന ഉറപ്പ് ഭഗവാന്റെ ആ ചെവിയിൽ നിന്ന് തന്നെ നമ്മൾ ഗ്രഹിക്കണം. പിന്നെ തുമ്പിക്കൈ പറഞ്ഞു, ഇഷ്ടമുള്ളതെല്ലാം പ്രാപിക്കാൻ പറ്റും. ഭക്തരെ രക്ഷിക്കണമെങ്കിൽ ഭഗവാന് തുമ്പിക്കൈ നീട്ടി തന്നെ അവരെ രക്ഷിക്കാൻ പറ്റും. അത്രയും ശേഷിയുള്ള തുമ്പിക്കൈയാണ്. കുംഭമുണ്ട്, ഗണ്ഡമുണ്ട്, ഇതെല്ലാം കൊണ്ടും ശോഭിക്കുന്നവനാണ് ഭഗവാൻ. ശൂർപ്പകർണ വക്രതുണ്ട കുംഭഗണ്ഡ ശോഭിതം വിഘ്നശൈല വജ്രിനം വിനായകം നമാമ്യഹം. അങ്ങനെയുള്ള വിനായകനെ, വിഘ്നശൈലത്തിന് ഇന്ദ്രനായിരിക്കുന്നവനെ അഹം നമാമി, ഞാൻ നമിക്കുന്നു. ഇതാണ് 6ാമത്തെ ശ്ലോകം. വിഘ്ന സിന്ധു വാടവാഗ്നി മിന്ദു ഖണ്ഡ മണ്ഡിതം വിഘ്ന ഗോപമഷ്ട സിദ്ധി യുക്ത ഭക്ത സേവിതം ശൂർപ്പകർണ വക്രതുണ്ട കുംഭഗണ്ഡ ശോഭിതം വിഘ്നശൈല വജ്രിനം വിനായകം നമാമ്യഹം. അടുത്തത് 7ാമത്തെ ശ്ലോകമാണ്. ദക്ഷയക്ഷ പക്ഷി മുഖ്യ രക്ഷിതാംഘ്രിയുഗ്മകം ഭുക്തിമുക്തി യുക്തി ശാന്തിയുക്ത പൂജിതം വിഭും ദേവദേവ വംശവൃദ്ധി സിദ്ധി സാധകം മുദാ വിഘ്നശൈല വജ്രിനം വിനായകം നമാമ്യഹം. ദക്ഷയക്ഷ പക്ഷി മുഖ്യ രക്ഷിതാംഘ്രിയുഗ്മകം. അംഘ്രിയുഗ്മകം എന്ന് പറഞ്ഞാൽ 2 കാലുകൾ, പാദപത്മങ്ങൾ. ഭഗവാന്റെ 2 പാദപത്മങ്ങളും ദക്ഷൻ, ദക്ഷൻ എന്ന് പറഞ്ഞാൽ ദക്ഷ പ്രജാപതി, യക്ഷൻ എന്ന് പറഞ്ഞാൽ കുബേരൻ, പക്ഷിമുഖ്യൻ എന്ന് പറഞ്ഞാൽ ഗരുഡൻ. അപ്പോ ദക്ഷനും യക്ഷനും പക്ഷിമുഖ്യനുമാൽ രക്ഷിതമായിട്ടുള്ള പാദപത്മങ്ങളോടൊത്തവൻ. അവരെല്ലാം ഭഗവാന്റെ ചുറ്റും ഭഗവാനെ ശരണം പ്രാപിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ അവര് ഭഗവാന് ചുറ്റുമുള്ളത് കൊണ്ട് ആരെങ്കിലും ഭഗവാന്റെ അടുത്തേക്ക് വന്നാൽ അവർ തടയുമെന്നുള്ളത് കൊണ്ട് പാദത്തിന് അവർ രക്ഷ നൽകുന്നു എന്നൊരർത്ഥം. ഭഗവാന്റെ പാദങ്ങൾ അവർക്ക് രക്ഷ നൽകുന്നു.
അതായത് ഭഗവാന്റെ പാദത്താൽ രക്ഷിതരാണവർ എന്നർത്ഥവും ഇവിടെ എടുക്കാം. അപ്പോൾ ദക്ഷൻ, യക്ഷൻ, പക്ഷിമുഖ്യനെ എല്ലാം രക്ഷിക്കുന്നവൻ, ഇവരൊക്കെ വളരെ ശ്രേഷ്ഠരായ, ഒരാൾ പ്രജാപതിയാണ്, ഒരാൾ ദേവന്മാരുടെ ധനത്തെ നോക്കുന്നവനാണ്, മറ്റത് ഭഗവാന്റെ വാഹനമാണ്, വിഷ്ണു വാഹനമാണ്. അതുകൊണ്ടൊക്കെ ഇനി ദക്ഷയക്ഷം എന്ന ഒറ്റ വാക്കെടുത്താൽ ദക്ഷൻ എന്ന വാക്കിന് സമർത്ഥൻ എന്ന അർത്ഥമുണ്ട്. അപ്പൊ സമർത്ഥനായ യക്ഷൻ കുബേരൻ. അപ്പൊ കുബേരന്റെ വിശേഷണമായിട്ടും ദക്ഷനെ എടുക്കാം. അങ്ങനെയാണെങ്കിൽ കുബേരനും ഗരുഡനും ഭഗവാന്റെ പാദപത്മങ്ങളെ സേവിച്ചുകൊണ്ടിരിക്കുന്നു, ഭഗവാന്റെ പാദപത്മങ്ങളിൽ നിന്നും രക്ഷയെ സമ്പാദിക്കുന്നു എന്ന രണ്ടർത്ഥവും ദക്ഷ യക്ഷ പക്ഷി മുഖ്യ രക്ഷിതാംഘ്രി യുഗ്മകം എന്ന പദത്തിൽ നിന്നും എടുക്കാം. ഭുക്തി മുക്തി യുക്തി ശാന്തി യുക്ത പൂജിതം വിഭും. ഭഗവാൻ പൂജിക്കപ്പെടുന്നുണ്ട്, അതാണ് പൂജിത ശബ്ദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ആരാളാണ് പൂജിക്കപ്പെടുന്നത്? ആ പൂജിക്കപ്പെടുന്ന വ്യക്തികൾക്ക് ഭുക്തിയുണ്ട്, മുക്തിയുണ്ട്, യുക്തിയുണ്ട്, ശാന്തിയുണ്ട്. ഭുക്തി, ലോകത്തിലുള്ള സുഖത്തെ ഭുജിക്കുന്നതാണ് ഭുക്തി. ലോകത്തിലുള്ള സുഖത്തെ മുഴുവൻ ഉപേക്ഷിച്ച് അവനവൻ രമിക്കുന്നതാണ് മുക്തി. തന്നിൽ തന്നെയുള്ള ചേർച്ച, അതായത് ബുദ്ധി മനസ്സിൽ നിന്നും വിട്ടു നിന്നുകൊണ്ട് സാക്ഷിഭാവത്തെ നിലനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നതാണ് യുക്തി. മനസ്സ് ശാന്തമായിരിക്കുന്നതാണ് ശാന്തി. ഇതെല്ലാം ഒത്തവരോട് കൂടി പൂജിതമാണ്. ഭുക്തിയുള്ള ഒരാൾക്ക് മുക്തി സാധിക്കുമോ എന്നുള്ളതൊരു ചോദ്യമാണ്. കാരണം ഭുജിച്ചുകൊണ്ടിരിക്കുന്ന ആൾ എങ്ങനെയാണ് മുക്തനാവുക? സാധാരണഗതിയിൽ അത് സാധിക്കില്ല. എന്നാൽ ഭഗവാനോട് ഭക്തി ഉണ്ടായാൽ ആ ഭഗവാന്റെ ഭക്തിയുടെ മഹിമ കൊണ്ട് തന്നെ ഭുക്തി ഒരു സാധനയായിട്ട് മാറും. ഭുജിക്കുമ്പോഴെല്ലാം, കാരണം ഭഗവാൻ തന്നെയാണ് സുഖം, ഭഗവാൻ തന്നെയാണ് ദുഃഖം, വിഘ്നവും ഭഗവാനാണ്, വിഘ്നം ഇല്ലാതെയാക്കുന്നവനും ഭഗവാനാണ്, എല്ലാ രൂപങ്ങളും ഭഗവാന്റെയാണ്. ഈ ഭാവത്തിലാണ് ഭുജിക്കുന്നത്. അങ്ങനെ ഭുജിക്കുന്ന സമയത്ത് അവൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും അവന് സാധനയായി ഭവിക്കും. ഇപ്പൊ തന്ത്രത്തിൻ്റെയൊക്കെ ഒരു വശം ഇതാണ്, തന്ത്രം ചെയ്യുന്നത് ഇതാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയെയും ദൈവികമാക്കി മാറ്റും. സാധാരണഗതിയിൽ ഇത് നല്ലത്, ഇത് നല്ലതല്ല എന്ന ഭേദബുദ്ധി ഒരുവനുണ്ടാവും. എന്നാൽ അവൻ ഉയർന്ന തലത്തിലേക്ക് എത്തുമ്പോൾ അവൻ അറിയും ഇതെല്ലാം തന്നെ ഭഗവാനാണ്, ഇവിടെ ഭഗവാൻ മാത്രമേ ഉള്ളൂ. ഈ ഭാവത്തിൽ എല്ലാം ദൈവികമായി. അപ്പൊ താൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തി, ഒരു വ്യക്തി കുളിക്കുകയാണെങ്കിൽ ആ ദേഹശുദ്ധി വരുത്തുന്നത് ദൈവികമായ പ്രവൃത്തിയായി. കാരണം ഇതിൻ്റെ ഉള്ളിലുള്ള ചൈതന്യത്തെയാണ്, അതിൻ്റെ ക്ഷേത്രത്തെ, അതിൻ്റെ അമ്പലത്തെയാണ്, താൻ വാസസ്ഥലത്തെയാണ് കുളിപ്പിക്കുന്നത് എന്ന ഭാവം വന്നു. അപ്പൊ അഭിഷേകമൊക്കെ ചെയ്യുന്ന ഭാവം വന്നു. അതുപോലെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈ ചൈതന്യത്തിന് സമർപ്പിക്കുകയാണ്, ജഠരാഗ്നിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാണനാകുന്ന വായു അതിനെ എല്ലാ ഭാഗത്തേക്കും എത്തിച്ച് ഈ ചൈതന്യത്തെ സന്തോഷിപ്പിക്കുന്നു. അതുകൊണ്ട് അത് പൂജയായി മാറി. അങ്ങനെ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയെയും, ഭുക്തിയെ സാധനയാക്കി മാറ്റും തന്ത്രം പഠിപ്പിക്കുന്നത് അതാണ്. അപ്പൊ ഭഗവാനെ ഉപാസിച്ചാൽ, ഭഗവാനോട് ഭക്തി ഉണ്ടായാൽ നമുക്ക് ഭുക്തി ഉണ്ടാവും, അത് മുക്തിപ്രദവുമായി ഭവിക്കും. അപ്പോൾ ഭഗവാനെ പൂജിക്കുന്നവർക്ക് ഭുക്തിയുമുണ്ട്, മുക്തിയുമുണ്ട്, അവർക്ക് യുക്തിയുമുണ്ട്. എങ്ങനെയാണ് ഭുക്തിയും മുക്തിയും ഉണ്ടാവുന്നത് ഒരുമിച്ചെന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടിയാണ് യുക്തി. കാരണം യുക്തി എന്നാൽ യോഗമുണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ യോഗശബ്ദം കൊണ്ട് അർത്ഥമാക്കുന്നത് അവർക്ക് ആത്മബോധം സിദ്ധിച്ചിട്ടുണ്ട്, അവരുടെ ബുദ്ധി മനസ്സിൽ നിന്നും വിട്ടിട്ടാണ് നിൽക്കുന്നത്. ബുദ്ധി ആത്മാവിൽ ഉറച്ചു നിൽക്കുകയാണ്, സാക്ഷിഭാവത്തെ വരിച്ചു നിൽക്കുകയാണ്. അപ്പൊ മനസ്സ് അതിന്റെ പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും ബുദ്ധിയെ അത് ബാധിക്കുന്നില്ല. അപ്പൊ ആ യുക്തിഭാവം ഉള്ളത് കൊണ്ട് ഭുക്തി സാധനയായി മാറും, ഭുക്തിയിലൂടെ അവർക്ക് മുക്തിയും കിട്ടും. അപ്പൊ ഭുക്തിയും മുക്തിയും യുക്തിയുമുണ്ട്. യോഗമുണ്ടെങ്കിൽ, ബുദ്ധി വേറിട്ട് നിൽക്കുകയാണെങ്കിൽ മനസ്സിന്റെ ചപലത കുറയും. ബുദ്ധി ചേർന്ന് നിൽക്കുമ്പോൾ ബുദ്ധിയെ നിയന്ത്രിക്കാൻ ആരുമില്ല. ഇപ്പോൾ കഠോപനിഷത്തിൽ നമ്മുടെ ശരീരത്തെ ഒരു രഥമായി സങ്കല്പിക്കുന്ന ഭാവമുണ്ട്. ഭഗവത്ഗീതയുടെ ഒരു പൊരുളും ആ സങ്കല്പമാണെന്ന് പറയാം. അപ്പോൾ ശരീരം ഒരു രഥമാണെങ്കിൽ അതിൽ ഇന്ദ്രിയങ്ങളാകുന്ന 5 കുതിരകൾ, ആ 5 കുതിരകളെയും നയിക്കുന്ന സാരഥിയാണ് ബുദ്ധി. ആ സാരഥി പിടിഞ്ഞിരിക്കുന്ന കടിഞ്ഞാണാണ് മനസ്സ്. ആ രഥത്തിൽ ഇരിക്കുന്നവനാണ് ആത്മാവ് എന്നൊരു സങ്കല്പം അതിൽ പറയുന്നുണ്ട്. അപ്പൊ മനസ്സിനെ നിയന്ത്രിച്ച് നിർത്തുന്നവനാണ് ബുദ്ധി. അപ്പൊ ഇവിടെ യുക്തി ഉണ്ടെന്ന് പറഞ്ഞാൽ മനസ്സ് നിയന്ത്രിതമായിരിക്കും, അതായത് മനസ്സ് ശാന്തമായിരിക്കും. അപ്പൊ അതുകൊണ്ട് യുക്തിയുള്ളവന് ശാന്തിയുമുണ്ട്. അതോടൊത്തവൻ, അതാണ് യുക്ത ശബ്ദം അവസാനമായി. അപ്പൊ ഇത് ഭുക്തി, മുക്തി, യുക്തി, ശാന്തി ഇതെല്ലാം ഉള്ളവരാൽ പൂജിതനാണ് ഭഗവാൻ. ഭഗവാനെ പൂജിച്ചാൽ ഇത് 4ഉം കിട്ടും. ബുദ്ധിക്ക് നല്ല തെളിമയുണ്ടാവും, മനസ്സ് ശാന്തമായിരിക്കും. മനസ്സിങ്ങനെ തപിച്ചുകൊണ്ടിരിക്കില്ല, അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് ചെയ്യില്ല, ശാന്തമായിരിക്കും. കാരണം ഉള്ളിൽ ആനന്ദമാണ്. അങ്ങനെ അതിന് ഉള്ള വാസനയ്ക്ക് അനുസരിച്ച് അത് ഭുജിച്ചുകൊണ്ടിരിക്കും. ക്രമേണ അത് മോക്ഷത്തെയും സമ്പാദിക്കും. അതുകൊണ്ട് ഭുക്തി, മുക്തി, യുക്തി, ശാന്തി, യുക്ത പൂജിതം വിഭും. എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവൻ വിഭുവാണ്.
എന്തും ചെയ്യാൻ സാമർഥ്യമുള്ളവൻ, സർവശക്തൻ എന്നർത്ഥത്തിലും വിഭുവാണ് ഭഗവാൻ. പരബ്രഹ്മസ്വരൂപനാണ്. അതുകൊണ്ട് എല്ലാം ഭഗവാൻ തന്നെയാണെന്ന് മനസ്സിലാക്കണം. എല്ലാം ചെയ്യുന്നതും ഭഗവാൻ തന്നെയാണ്. ഇത് വീണ്ടും വീണ്ടും ഊട്ടി ഉറപ്പിക്കുന്നത് ഭഗവാനെ ഉപാസിക്കേണ്ടത് ഇങ്ങനെയാണ്. നാമരൂപത്തിന്റെ പരിമിതിയിൽ കൊണ്ടുവന്ന് ഉപാസിക്കുമ്പോഴും ഭഗവാന്റെ വൈഭവം ഇതാണെന്ന് ഓർത്തുപാസിക്കണം. അപ്പൊ ആ രൂപത്തിൽ കുടുങ്ങിപ്പോവില്ല. രൂപത്തിലൂടെ നമുക്ക് ഉയർച്ച സമ്പാദിക്കാൻ സാധിക്കും. ദേവദേവ വംശവൃദ്ധി സിദ്ധി സാധകം മുദ. മുദ എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടു കൂടി. സന്തോഷത്തോടു കൂടി ഭഗവാൻ ചെയ്യുന്നു. എന്താണ് ചെയ്യുന്നത്? ദേവദേവ വംശവൃദ്ധി സിദ്ധി സാധകം. ദേവദേവൻ എന്ന് പറഞ്ഞാൽ മഹാദേവൻ. മഹാദേവന്റെ വംശത്തിന് വൃദ്ധിയും സിദ്ധിയും നൽകുന്നത് സന്തോഷത്തോടു കൂടി ഭഗവാൻ തന്നെയാണ്. വൃദ്ധി എന്നാൽ അഭിവൃദ്ധി, വളർച്ച. അപ്പൊ മഹാദേവന്റെ വംശത്തിന് അഭിവൃദ്ധി ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ മഹാദേവന്റെ മകനായിട്ടാണ് ഭഗവാൻ ജനിച്ചത്. അപ്പൊ ഭഗവാന്റെ പ്രവൃത്തി, ഭഗവാൻ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഭഗവാന്റെ വംശം ഇന്നും നിലനിൽക്കുന്നു, ഗണപതിയുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് എന്നൊരർത്ഥം വന്നു. അതിലൂടെ ആ കുലത്തിന് വിജയമുണ്ടായി, ആ വംശത്തിന് വിജയമുണ്ടായി, അതുകൊണ്ട് അതിന് സിദ്ധിയെ നൽകി എന്നൊരർത്ഥം വന്നു. സൂക്ഷ്മമായി നോക്കിയാൽ മഹാദേവന്റെ വംശം എന്ന് പറയുന്നത് പ്രപഞ്ചം മുഴുവനാണ്. നമ്മൾ എല്ലാവരും മഹാദേവന്റെ വംശത്തിലുള്ളവരാണ്. കാരണം ജഗത് പിതാവാണ് മഹാദേവൻ, ജഗത് ജനനിയാണ് പാർവതി. അപ്പൊ ലോകത്തിന്റെ മാതാപിതാക്കളാണ് ശിവനും പാർവതിയും. അങ്ങനെയെങ്കിൽ അവരുടെ വംശം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും പെട്ടു. അപ്പൊ നമ്മളെ എല്ലാം, ഇപ്പൊ ഈ ലോകം നിലനിൽക്കുന്നത് ഭഗവാന്റെ വംശം നിലനിൽക്കുന്നതിന് തുല്യമാണ്. ഇവിടെ ഉള്ളവരെല്ലാം ഭഗവാന്റെ മക്കളാണ്, സന്തതികളാണ്. അപ്പൊ ലോകത്തെ നിലനിർത്തുന്നവനായതുകൊണ്ട് മഹാദേവന്റെ വംശത്തിന് വൃദ്ധിയും സിദ്ധിയും നൽകുന്നു. ആ വൃദ്ധിയിൽ സിദ്ധിയെ നൽകുന്നു എന്ന അർത്ഥവും എടുക്കാം. അപ്പൊ വളർച്ച, ആ വംശത്തിന് വളർച്ചയുണ്ടാക്കുന്നത് വളരെ കൃത്യമായി നടത്തുന്നു, അതിന് സഫലത ഉണ്ടാകുന്നു. ആ വംശ വളർച്ചയ്ക്ക് ഒരു തടസ്സവുമില്ലാതെ വിഘ്നങ്ങളെ എല്ലാം നീക്കി ഇപ്പോഴും മാനവരാശി നിലനിൽക്കുന്നു. ഭഗവാന്റെ കൃപ കൊണ്ടാണ് ജീവജാലങ്ങൾ നിലനിൽക്കുന്നു, വൃക്ഷലതാദികൾ നിലനിൽക്കുന്നു, ഭൂമി അതിന്റെ സ്ഥാനത്ത് നിൽക്കുന്നു, സൂര്യൻ നിൽക്കുന്നു. ഇതെല്ലാം മഹാദേവന്റെ വംശത്തിന്റെ പാലനമാണ്. അത് നല്ല രീതിയിൽ ചെയ്യുന്നു, സന്തോഷത്തോടു കൂടി ചെയ്യുന്നു ഭഗവാൻ. അപ്പൊ ഭഗവാന്റെ കൃപ കൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത്. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഭഗവാൻ സന്തുഷ്ടനാണെന്നും നമ്മൾ അനുമാനിക്കണം എന്ന സൂചന അവിടെയുണ്ട്. ദേവദേവ വംശവൃദ്ധി സിദ്ധി സാധകം മുദ വിഘ്നശൈല വജ്രിനം വിനായകം നമാമ്യഹം. അഹം നമാമി, ഞാൻ നമിക്കുന്നു. ആരെ? വിനായകനെ, വിഘ്നപർവ്വതത്തിന് ഇന്ദ്രനായിരിക്കുന്നവനെ. ദക്ഷ യക്ഷ പക്ഷി മുഖ്യ രക്ഷിതാംഘ്രിയുഗ്മകം ഭുക്തി മുക്തി യുക്തി ശാന്തി യുക്ത പൂജിതം വിഭും ദേവദേവ വംശവൃദ്ധി സിദ്ധി സാധകം മുദ വിഘ്നശൈല വജ്രിനം വിനായകം നമാമ്യഹം. ഇനി ദേവദേവന്റെ വംശത്തിന് സിദ്ധിയെ നൽകുന്നവൻ എന്ന അർത്ഥവും എടുക്കാം. അഷ്ടസിദ്ധികളെ നൽകുന്നവൻ എന്നും ആ വംശത്തിന് എല്ലാ വിജയങ്ങൾ നൽകുന്നവൻ എന്നും ആ സിദ്ധി സാധകം എന്ന ശബ്ദത്തിൽ അർത്ഥമെടുക്കാം. ഇതായിരുന്നു 7ാമത്തെ ശ്ലോകം. ഇനി 8ാമത്തെ ശ്ലോകമാണ്, അഷ്ടകത്തിലെ അവസാനത്തെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഫലശ്രുതി ശ്ലോകവുമുണ്ട്. 8ാമത്തെ ശ്ലോകം. ദേവദൈത്യ യോഗി സിദ്ധ ചാരണാഭിസേവിതം സർപ്പഖേട്ട ഭൂജഭൂത സംഘസാധുവേഷ്ടിതം ഈപ്സിതാർത്ഥദായകം വിശേഷകർമ്മകാരകം വിഘ്നശൈല വജ്രിനം വിനായകം നമാമ്യഹം. ദേവദൈത്യ യോഗി സിദ്ധ ചാരണാഭിസേവിതം. അഭിസേവിതമാണ് ഭഗവാൻ, ഭഗവാനെ സേവിക്കപ്പെടുന്നു. ആരാണ് സേവിക്കുന്നത് ഭഗവാനെ? ദേവന്മാര്, ദൈത്യന്മാര്, യോഗികള്, സിദ്ധന്മാര്, ചാരണന്മാര് തുടങ്ങിയവരെല്ലാം ഭഗവാനെ സേവിക്കുന്നു. എല്ലാ ഗണത്തിൽപ്പെട്ടവർക്കും ഭഗവാനാണ് നാഥൻ. അതുകൊണ്ട് ഗണനാഥൻ, ഗണനായകൻ, ഗണപതി, ഗണേശൻ എന്നൊക്കെ അദ്ദേഹത്തിന് പേര്. ഗണശബ്ദത്തിന് സമൂഹം, കൂട്ടം എന്നാണ് അർത്ഥം. അപ്പൊ ദേവന്മാരുടെ കൂട്ടത്തെ രക്ഷിക്കുന്നതാരാ? ഭഗവാനാ. ദൈത്യന്മാരുടെ കൂട്ടത്തെ രക്ഷിക്കുന്നതാരാ? ഭഗവാനാ. യോഗി വൃന്ദത്തെ രക്ഷിക്കുന്നത് ഭഗവാൻ, സിദ്ധന്മാരെ രക്ഷിക്കുന്നത് ഭഗവാൻ, ചാരണന്മാരെ രക്ഷിക്കുന്നത് ഭഗവാൻ. ഗന്ധർവന്മാരെ പോലെ തന്നെ പാട്ടുപാടുന്ന ഒരു കൂട്ടരാണ് ചാരണന്മാർ. അപ്പൊ അവരെ എല്ലാം ഭഗവാൻ രക്ഷിക്കുന്നത് കൊണ്ട് അവരെല്ലാം ഭഗവാനെ തന്നെ സദാ അഭിസേവിച്ചു കൊണ്ടിരിക്കുന്നു, ഭഗവാനെ പൂജിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ദേവദൈത്യ യോഗി സിദ്ധ ചാരണാഭിസേവിതം. അപ്പൊ ഇത്രയും വലിയ വലിയ ആൾക്കാർ ഭഗവാനെ സേവിക്കുന്നുണ്ടെങ്കിൽ സാധാരണക്കാരായ നമ്മളും ഭഗവാനെ സേവിക്കണ്ടേ എന്നൊരു ചോദ്യം അവിടെയുണ്ട്. സേവിക്കണം എന്ന മറുപടിയും അതിൽ നിന്നും ഗ്രഹിക്കണം. അപ്പൊ നമ്മളെല്ലാം തീർച്ചയായും ഭഗവാനെ സേവിക്കണം, ഭജിക്കണം, ഉപാസിക്കണം. സർപ്പഖേട്ട ഭൂജഭൂത സംഘ സാധു വേഷ്ടിതം. സർപ്പം എന്നാൽ പാമ്പുകൾ, ഖേട്ടം എന്ന് പറഞ്ഞാൽ ഗ്രഹങ്ങൾ, നവഗ്രഹങ്ങൾ, ഭൂജം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്നും ജനിച്ചത്, ഭൂമിയിലുള്ളതെല്ലാം, ജീവജാലങ്ങൾ. ഭൂത ശബ്ദത്തിന് ഭവിച്ചതെല്ലാം.
അപ്പൊ ഭൂമിയിൽ നിന്നല്ലാതെ വേറെ പലതും ഉണ്ടല്ലോ. ഇപ്പൊ സൂര്യൻ, ചന്ദ്രൻ തുടങ്ങിയിട്ടുള്ള മറ്റ് ഗാലക്സികൾ, ഇതെല്ലാം ഭൂത ശബ്ദത്തിൽ ഉൾപ്പെട്ടു. അതല്ലെങ്കിൽ ഭൂതഗണങ്ങൾ എന്നർത്ഥവും എടുക്കാം. അപ്പൊ സർപ്പം, ഖേട്ടം, ഭൂജം, ഭൂതം, സംഘം, ഇതിന്റെ എല്ലാം കൂട്ടങ്ങളെ സാധുവേഷ്ടിതം, നന്നായി വേഷ്ടനം ചെയ്തിട്ടുള്ളവൻ. അതായത് ഇതെല്ലാം ഭഗവാന് ചുറ്റും ഒരു അലങ്കാരമായിട്ട് നിലനിൽക്കുന്നു. ഇവരെല്ലാം ഭഗവാന്റെ അടുത്ത്, ഇപ്പൊ നേരത്തെ പറഞ്ഞ ദേവ, ദൈത്യ, യോഗി, സിദ്ധി, ചാരണാദികളെ പോലെ തന്നെ ഇവരെല്ലാം ഭഗവാനെ ചുറ്റി ഭഗവാനെ ഭജിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് ഇവരെല്ലാം ഭഗവാൻ അധീനരാണ്. സർപ്പങ്ങൾ ഭഗവാൻ അധീനരാണ്. സർപ്പങ്ങൾ എന്നാൽ സൂക്ഷ്മ ശക്തികളെയും സൂചിപ്പിക്കാം, കുണ്ടലിനിയെയും പ്രാണശക്തിയെയും ഒക്കെ സൂചിപ്പിക്കാം. അപ്പൊ സർപ്പങ്ങൾ ഭഗവാൻ അധീനരാണ്. ഗ്രഹങ്ങൾ ഭഗവാൻ അധീനരാണ്. ഭൂലോകത്തിലുള്ളവരെല്ലാം, ഇവിടെ നിന്ന് ജനിച്ചവരെല്ലാം ഭഗവാൻ അധീനരാണ്. മറ്റ് ജീവജാലങ്ങൾ, ഇത് ഭൂമിയിൽ നിന്നല്ലാത്തതെല്ലാം ഭൂതശബ്ദത്തിൽ ഉൾപ്പെട്ടു. അപ്പോൾ ഭൂതങ്ങൾ ഭഗവാൻ അധീനരാണ്. ഇവരുടെ എല്ലാം കൂട്ടങ്ങൾ കൂട്ടം കൂട്ടമായി തന്നെ ഭഗവാന് ചുറ്റും ഇങ്ങനെ നിൽക്കുകയാണ്. അവരെല്ലാം നല്ല രീതിയിൽ ഭഗവാനെ ചുറ്റി സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ എല്ലാം സംഘങ്ങളാൽ സദാ പൂജിക്കപ്പെട്ട ഭാവത്തിൽ ഗണപതി. അപ്പൊ ഗണപതിയെ ഒന്ന് ഇങ്ങനെ ധ്യാനിക്കാം. ദേവന്മാരും ദൈത്യന്മാരും യോഗികളും സിദ്ധന്മാരും ചാരണന്മാരും സർപ്പങ്ങളും ഖേട്ടങ്ങളും, ഖേട്ടമെന്ന ഗ്രഹങ്ങളും, ഭൂലോകത്തിലുള്ളവരും ഭൂതങ്ങളും, ഇവരെല്ലാം കൂട്ടം കൂട്ടമായി ഭഗവാന് ചുറ്റും നിന്നുകൊണ്ട് ഭഗവാനെ സേവിക്കുന്നു. അപ്പൊ ഇവരെല്ലാവരാലും ചുറ്റപ്പെട്ടിരിക്കുന്ന രാജരാജേശ്വരനായ, ദേവദേവേശ്വരനായ, ഏകദേവനായിട്ടുള്ള പരബ്രഹ്മ വസ്തുവായ ഭഗവാൻ ഗണപതി ഇരിക്കുന്നതായി നമ്മൾ ധ്യാനിക്കണം. ഈപ്സിതാർത്ഥദായകം. ഈപ്സിതാർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന അർത്ഥത്തെ നമുക്ക് നൽകുന്നവൻ. അർത്ഥം എന്നാൽ 4 ചതുർവിധ പുരുഷാർത്ഥങ്ങൾ: ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഇത് 4 ഭഗവാൻ നൽകും. ധർമ്മം എന്നാൽ നമ്മുടെ സ്വധർമ്മമാണ്. നമ്മളെ നമ്മളാക്കി നിർത്തുന്നതെന്തോ അത് ധർമ്മം. അത് നന്നായി നമ്മിൽ ഉണ്ടായാൽ ആ ധർമ്മത്തെ ആചരിച്ചുകൊണ്ട് നമ്മൾ അർത്ഥത്തെ സമ്പാദിക്കണം. അർത്ഥം എന്നാൽ ധനം. അപ്പൊ ധർമ്മത്തിൽ ഊന്നിക്കൊണ്ട് ധനം സമ്പാദിക്കണം. അങ്ങനെ സമ്പാദിച്ച ധനം വിനിയോഗിച്ചുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളെയെല്ലാം നമ്മൾ നേടിയെടുക്കണം, പൂർത്തീകരിക്കണം. അതാണ് കാമം. അപ്പോൾ ധർമ്മം, അർത്ഥം, കാമം, അങ്ങനെ എല്ലാ ആഗ്രഹങ്ങളെയും അനുഭവിച്ചു കഴിഞ്ഞ് മനസ്സിന്റെ വാസനകളെ മുഴുവൻ തീർത്താൽ നമ്മൾ ഇഹലോകവാസം വെടിഞ്ഞ് തന്നിൽ തന്നെ ലയിക്കണം. അതാണ് മുക്തി, മോക്ഷം. ഇത് 4 പുരുഷാർത്ഥങ്ങൾ. ഇതിൽ ഏതിനെ ആഗ്രഹിക്കുന്നുവോ അതിനെ ഭഗവാൻ നൽകുന്നു. അതുകൊണ്ട് ഈപ്സിതാർത്ഥദായകം. എന്താഗ്രഹിച്ചാലും അത് നൽകുന്നവനാണ്. അപ്പൊ ഭഗവാനെ ആഗ്രഹിച്ചാൽ ഭഗവാനോടൊപ്പം ബാക്കിയെല്ലാം തനിയെ കിട്ടും. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നതിന് പകരം ഭഗവാനെ ആഗ്രഹിക്കുക എന്ന സൂചനയും അവിടെയുണ്ട്. കാരണം ആഗ്രഹിച്ചതെല്ലാം നൽകാൻ ശേഷിയുള്ളവനാണ്. അപ്പൊ ഭഗവാനെ തന്നെയല്ലേ വേണ്ടത്. പാരിജാത വൃക്ഷത്തിൽ നിന്നും കിട്ടുന്ന വസ്തുക്കൾ വാങ്ങി വരുന്നതാണോ ശ്രേഷ്ഠം? പാരിജാത വൃക്ഷം തന്നെ കിട്ടുന്നതാണോ ശ്രേഷ്ഠം? പാരിജാതം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാലത്തും ആഗ്രഹിക്കുന്നതെല്ലാം കിട്ടും. അപ്പൊ ഭഗവാനാണ് പാരിജാതം. ലോകത്തിന് മുഴുവൻ പാരിജാതമായിരിക്കുന്നത് ഭഗവാനാണ്. അതുകൊണ്ട് ഭഗവാനെ നമ്മുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നമുക്ക് ലഭിക്കും. ചതുർവിധ പുരുഷാർത്ഥങ്ങളും ആവോളം നമുക്ക് ലഭിക്കും. വിശേഷ കർമ്മകാരകം. വിശേഷമായ കർമ്മത്തെ ചെയ്യിപ്പിക്കുന്നവൻ. ഈ ലോകത്തിൽ ശ്രേഷ്ഠതയുണ്ടാവുന്നത് വിശേഷമായ കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ്. സാധാരണ കർമ്മങ്ങൾ എല്ലാവരും ചെയ്യുന്ന പോലെ ചെയ്താൽ സാധാരണയായ ഒരു ജീവിതമാണ് ഉണ്ടാവുക. എന്നാൽ അതിൽ നിന്നും ഉയർച്ച വേണമെങ്കിൽ ശ്രേഷ്ഠമായ കർമ്മങ്ങൾ ചെയ്യണം. ആ വിശേഷപ്പെട്ട കർമ്മങ്ങളെ ചെയ്യുന്നവരെയാണ് നമ്മൾ മഹാത്മാക്കൾ എന്ന് വിളിക്കുന്നത്. ലോകം അവരെയാണ് ഓർക്കുന്നത്, അവരെയാണ് ആദരിക്കുന്നത്. അപ്പോൾ അത്തരം ശ്രേഷ്ഠത, അത്തരം മഹത്വം ഭക്തന് വേണമെന്നുണ്ടെങ്കിൽ ഭഗവാനെ ഉപാസിച്ചാൽ മതി. കാരണം ഭഗവാന്റെ ഉപാസനയിലൂടെ വിശേഷമായ കർമ്മങ്ങളെ ചെയ്യാൻ അവന് സാധിക്കും. ഭഗവാൻ ചെയ്യിക്കും. ഭഗവാന്റെ ഭക്തർ ഒരിക്കലും സാധാരണക്കാരായി തീരില്ല. അവർ സാധാരണക്കാരനായിട്ടായിരിക്കാം തുടങ്ങിയിട്ടുണ്ടാവുക. പക്ഷെ ഭഗവാനെ സേവിച്ച് 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 ഭഗവാന്റെ അനുഭൂതി ഉള്ളിൽ നിറയാൻ തുടങ്ങുമ്പോൾ അവരുടെ പ്രവൃത്തി ശ്രേഷ്ഠമായി ഭവിക്കും. സാധാരണ ചെറിയ ചെറിയ കാര്യങ്ങൾ വിട്ട് വലിയ വലിയ കാര്യങ്ങൾ അവർ ചെയ്യാൻ തുടങ്ങും. ആ ചെയ്തിയിലൂടെ അവർക്കും ലോകത്തിനും മംഗളം ഉണ്ടാവും. അതുകൊണ്ട് ലോകം അവരെ ആദരിക്കും, ലോകം അവരെ ഓർത്തിരിക്കും. അതുകൊണ്ട് വിശേഷ കർമ്മകാരകം. വിഘ്നശൈല വജ്രിനം വിനായകം നമാമ്യഹം. അഹം നമാമി, ഞാൻ നമിക്കുന്നു. ആ വിനായകനെ, വിശേഷേന നയിക്കുന്നവനെ, വിനയമുള്ളവനെ, വിഘ്നശൈലത്തിന് ഇന്ദ്രനായിരിക്കുന്നവനെ, വിഘ്നശൈലത്തിന്റെ ചിറകനെ മുറിച്ചവനെ എന്നെല്ലാം അർത്ഥത്തിലുള്ള ആ വിനായകനെ ഞാൻ നമിക്കുന്നു. ഇതാണ് 8ാമത്തെ ശ്ലോകം. ദേവദൈത്യ യോഗി സിദ്ധ ചാരണാഭിസേവിതം സർപ്പഖേട്ട ഭൂജ ഭൂത സംഘ സാധുവേഷ്ടിതം ഈപ്സിതാർത്ഥദായകം വിശേഷ കർമ്മകാരകം വിഘ്നശൈല വജ്രിനം വിനായകം നമാമ്യഹം.
അങ്ങനെ അഷ്ടകം സമാപിച്ചു, 8 ശ്ലോകങ്ങളും തീർന്നു. ഇനി 9ാമത്തെ ശ്ലോകമായിട്ട് ഫലശ്രുതിയാണ് പറയുന്നത്. എപ്പോഴും ഇത്തരം സ്തോത്രങ്ങൾ പഠിക്കുമ്പോൾ ഫലശ്രുതിയും കൂടി ഒന്ന് വായിക്കുന്നത് ശ്രേഷ്ഠമാണ്. കാരണം ഇതുകൊണ്ടുണ്ടാകുന്ന ഗുണം എന്താണെന്ന് മനസ്സിലായാൽ ഇതെങ്ങനെ ഉപയോഗിക്കണമെന്നും അറിയും, ഇതിൽ ശ്രദ്ധയും ഉണ്ടാവും. ശ്രീവിനായകാഷ്ടകം ഹി ശങ്കരേണ നിർമ്മിതം ശങ്കരസ്യ സൗഖ്യദം ഭക്തവിഘ്നനാശകം യേ പഠന്തി സാദരം സമസ്തസിദ്ധിദം സ്തവം തേ ത്വഭീഷ്ടസിദ്ധിപാത്രഭാവമാപ്നുവന്തി ശം. ശ്രീ വിനായകാഷ്ടകം, ഈ വിനായകന്റെ അഷ്ടകത്തെ ശങ്കരേണ നിർമ്മിതം. ഇത് നിർമ്മിച്ചിട്ടുള്ളത് ആരാ? ശങ്കരനാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ ശങ്കരൻ ആരാണെന്നുള്ളത് വ്യക്തതയില്ല. ഭഗവാൻ ശങ്കരൻ മഹാദേവൻ സ്വയം ഏതെങ്കിലും പുരാണത്തിൽ രചിച്ചിട്ടുള്ളതാണോ, ഭഗവാന്റേതാണെന്ന പേരിൽ ലഭിച്ചിട്ടുള്ളതാണോ, അതോ ശങ്കരാചാര്യർ എഴുതിയിട്ടുള്ളതാണോ എന്നറിയില്ല. സാധാരണ ശങ്കരാചാര്യർ എന്ന് എടുത്തു പറയാറുണ്ട്. അപ്പൊ ഇവിടെ ശങ്കരൻ എന്ന ശബ്ദം കൊണ്ട് ഭഗവാൻ മഹാദേവൻ തന്നെ ഗണപതിയുടെ, കാരണം ഗണപതിയെ അറിയുന്നവരിൽ ഏറ്റവും ശ്രേഷ്ഠൻ മഹാദേവനാണ്. മഹാദേവനെ പോലെ തന്റെ മകനെ അറിഞ്ഞ മറ്റാരും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് മഹാദേവൻ തന്നെ ഭഗവാന്റെ അഷ്ടകത്തെ ചമച്ചു എന്ന് അർത്ഥമെടുക്കുന്നതാവും കൂടുതൽ യുക്തം. അപ്പോൾ ശങ്കരേന നിർമ്മിതം, ഈ വിനായകാഷ്ടകം ശങ്കരനാൽ നിർമ്മിതമാണ്. ശങ്കരസ്യ സൗഖ്യതം, ശങ്കരന് സൗഖ്യത്തെ നൽകുന്നവനാണ്, ശങ്കരന്റെ സൗഖ്യത്തെ നൽകുന്നവനാണ്. ശങ്കരന് സൗഖ്യം നൽകുക എന്ന് പറഞ്ഞാൽ ഇത് രചിച്ചത് കൊണ്ട് ശങ്കരൻ എല്ലാ സൗഖ്യവും ഉണ്ടായി, എല്ലാ മംഗളങ്ങളും ഉണ്ടായി. ശങ്കരന്റെ സൗഖ്യം നൽകുക എന്ന് പറഞ്ഞാൽ ശങ്കരന്റെ അനുഗ്രഹം ഇതിലൂടെ ലോകത്തിന് ലഭിക്കും. അപ്പോൾ ഈ വിനായകാഷ്ടകം ജപിച്ചാൽ ശങ്കരന്റെ അനുഗ്രഹവും ലഭിക്കും. മംഗളം ചെയ്യുന്നവനാണ് ശങ്കരൻ. അപ്പൊ ഇവിടെ ശങ്കരൻ എന്ന ശബ്ദം കൊണ്ട് ഗണപതിയെ തന്നെ സൂചിപ്പിക്കാം, അല്ലെങ്കിൽ മഹാദേവനെയും സൂചിപ്പിക്കാം. അപ്പൊ ഗണപതിയുടെ അനുഗ്രഹം ഉണ്ടാവും, അതുകൊണ്ട് ഇത് സൗഖ്യത്തെ പ്രദാനം ചെയ്യും. അതുപോലെ ഇത് പഠിക്കുന്നവർ മംഗളത്തെ ചെയ്യുന്നവരാണെങ്കിൽ, അതായത് സ്തോത്രം ജപിക്കുന്നു പക്ഷെ അതിനെ ശരിയായ രീതിയിൽ തന്നിലേക്ക് ഗ്രഹിക്കാതെ ദുഷ്ടമായ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വെറുതെ ചൊല്ലുന്നുണ്ട്, അർത്ഥമൊന്നുമില്ല, ധ്യാനമൊന്നുമില്ല, ഭക്തിയൊന്നും ഇല്ലാത്തവരാണെങ്കിൽ അവർക്ക് ഇതുകൊണ്ട് സൗഖ്യമുണ്ടാവില്ല. പക്ഷെ അവര് ശങ്കര മംഗളം ചെയ്യുന്നവരാണെങ്കിൽ, അതായത് സ്തോത്രത്തെ അറിഞ്ഞ് ജപിച്ച് അതിൻ്റെ ഭാവത്തെ ഉൾക്കൊണ്ട് ഭക്തിയോടുകൂടി ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് എല്ലാ സൗഖ്യത്തെയും ഇത് പ്രദാനം ചെയ്യും. ഇങ്ങനെയെല്ലാം അർത്ഥത്തിൽ ശങ്കരസ്യ സൗഖ്യദം ഭക്തവിഘ്നനാശകം, ഭക്തന്മാരുടെ എല്ലാ വിഘ്നങ്ങളെയും നശിപ്പിക്കുന്നതാണ്. ഭക്തി ഉണ്ടാവണം എന്ന സൂചന വീണ്ടും ഇവിടെയുണ്ട്. സ്തോത്രങ്ങൾ ജപിക്കുമ്പോൾ ആ സ്തോത്രങ്ങളെ എനർജൈസ് ചെയ്യുന്ന, അതിനെ ശക്തിപ്പെടുത്തുന്നത് ഭക്തിയാണ്, ഭാവമാണ്. ഭാവഗ്രാഹി ജനാർദ്ദന എന്ന് പറയും. അതായത് പണ്ഡിതനും പാമരനും തമ്മിൽ ചൊല്ലുന്നതിൽ വ്യത്യാസമുണ്ടാവാം. ഇപ്പോൾ മൂഢോ വദതി വിഷ്ണായ വിദ്വാൻ വദതി വിഷ്ണവേ ഉഭയോസ്തു ഫലം തുല്യം ഭാവഗ്രാഹി ജനാർദ്ദന. ഇതാണ് ശ്ലോകം. മൂഢനായവൻ, സംസ്കൃതത്തെ കുറിച്ച് ഒന്നും അറിയാത്തവൻ, ഇപ്പൊ കൃഷ്ണ ശബ്ദത്തിന് നമ്മൾ ചതുർത്ഥി കൊടുക്കുമ്പോൾ കൃഷ്ണായ നമ, കൃഷ്ണനായിക്കൊണ്ട് നമസ്കാരം എന്ന് പറയും. അപ്പോൾ വിഷ്ണു ശബ്ദത്തിനും അതുപോലെ ആയിരിക്കും എന്ന് കരുതി വിഷ്ണായ നമ എന്ന് പറയും. അതാണ് മൂഢോ വദതി വിഷ്ണായ. എന്നാൽ വിദ്വാൻ അറിയാം അതല്ല, വിഷ്ണു ശബ്ദത്തിന് ചതുർത്ഥി വരുമ്പോൾ വിഷ്ണവേ എന്നാവും. അപ്പോൾ ഓം വിഷ്ണവേ നമ എന്ന് വിദ്വാൻ പറയും. അപ്പൊ ഇവിടെ ഒരാൾ തെറ്റാണ് പറഞ്ഞത്, മറ്റേയാൾ ശരിയാണ് പറഞ്ഞത്. സാധാരണക്കാർ വിചാരിക്കും തെറ്റായവൻ ഒന്നും കിട്ടില്ല, ശരിയായവൻ എല്ലാം കിട്ടും. എന്നാൽ ഇവിടെ പറയുന്നു ഉഭയോസ്തു ഫലം തുല്യം, രണ്ടുപേർക്കും തുല്യമായ ഫലം കിട്ടും. വിഷ്ണവേ എന്ന് പറഞ്ഞവനും വിഷ്ണായ എന്ന് പറഞ്ഞവനും കിട്ടും. എന്താ കാരണം? ഭാവഗ്രാഹി ജനാർദ്ദന, ജനാർദ്ദനൻ ഭാവത്തെയാണ് ഗ്രഹിക്കുന്നത്. ഭാവം എന്നാൽ ഭക്തി, നല്ല ശുദ്ധമായ പ്രേമം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതാണ് ഭാവം. അപ്പൊ ഭാവശുദ്ധിയോടുകൂടി ഭക്തിയോടുകൂടി ജപിച്ചാൽ ഭഗവാൻ കേൾക്കും. ഇപ്പൊ ഗുരുവായൂർ അമ്പലത്തിൽ മരപ്രഭു എന്ന പ്രയോഗം നടത്തിയത് കൊണ്ട് ഭഗവാൻ മരപ്രഭു ആണെന്ന് സ്ഥാപിച്ചു എന്ന് പറയാറുണ്ട് ഐതിഹ്യങ്ങളിൽ. ഭഗവാനെ ഏത് പേരിൽ വിളിച്ചാലും അത് ഭഗവാന്റെ പേരാണ്, കാരണം എല്ലാം ഭഗവാനാണ്. ഭക്തി ഉണ്ടായാൽ മതി, കാരണം ഭഗവാൻ ഭക്തിയാണ് സ്വീകരിക്കുന്നത്. അപ്പോ ശങ്കരന് സൗഖ്യമുണ്ടാവും എന്ന് പറഞ്ഞു, മംഗളം ചെയ്യുന്നവന് സൗഖ്യമുണ്ടാവും എന്ന് പറഞ്ഞു. ആ മംഗളം എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഭക്തിയോടുകൂടി സ്തോത്രം ജപിച്ചാൽ മതി, ജീവിതത്തെ ഭക്തിയോടുകൂടി വീക്ഷിച്ചാൽ മതി. അപ്പൊ അതുകൊണ്ട് ഭക്തവിഘ്നനാശകം, ഭക്തന്റെ വിഘ്നത്തെ ഇല്ലാതെയാക്കുന്ന ശ്ലോകമാണിത്, ഈ വിനായകാഷ്ടകം. യേ പഠന്തി, ഈ വിനായകാഷ്ടകത്തെ, അതായത് ശങ്കരനാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള, ശങ്കരന് സൗഖ്യത്തെ നൽകുന്ന, ഭക്തന്റെ വിഘ്നങ്ങളെ നശിപ്പിക്കുന്ന ഈ വിനായകാഷ്ടകത്തെ യേ പഠന്തി സാദരം, ആദരവോടുകൂടി ആര് പഠിക്കുന്നുവോ, ആദരവോടുകൂടി, വീണ്ടും ആ ഭക്തിഭാവത്തെ, ആ ശ്രദ്ധാഭാവത്തെ കാണിക്കുകയാണ്. അവജ്ഞയോടുകൂടി വായിച്ചാൽ കാര്യമില്ല.
ഇതെന്തോ ആണ്, എന്തായാലും ചൊല്ലേണ്ടതല്ലേ എന്ന് പറഞ്ഞ് ചൊല്ലാം എന്ന ലാഘവത്തിൽ ചൊല്ലാൻ പാടില്ല. ഭക്തിയോടെ ആദരവോടെ ഭഗവാനെ തന്നെയാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത് എന്ന ഭാവത്തിൽ സ്തോത്രങ്ങളെ കാണണം. അപ്പൊ അതുകൊണ്ട് യേ പഠന്തി സാദരം സമസ്ത സിദ്ധിദം സ്തവം, ഈ സ്തവം, ഈ വിനായകാഷ്ടകമാകുന്ന സ്തുതി സമസ്ത സിദ്ധിതമാണ്, എല്ലാ സിദ്ധിയെയും നൽകുന്നതാണ്. അഷ്ടസിദ്ധികളെ നൽകുന്നത് എന്ന അർത്ഥവുമുണ്ട്. ജീവിതത്തിൽ എല്ലാ വിജയങ്ങളും എല്ലാ ഐശ്വര്യങ്ങളും നൽകുന്നതാണ് എന്ന അർത്ഥവുമുണ്ട്. അതുകൊണ്ട് സമസ്ത സിദ്ധിതമായ ഈ സ്തവത്തെ ആര് ആദരവോടുകൂടി പഠിക്കുന്നുവോ തേ അവർക്ക് തു അഭീഷ്ടസിദ്ധി പാത്രഭാവം ആപ്നുവന്തിഷം, അവര് അഭീഷ്ടസിദ്ധിക്ക് പാത്രഭാവത്തെ നേടുന്നു. അഭീഷ്ട ആഗ്രഹിക്കുന്നത് നേടാനുള്ളതിനുള്ള അർഹത അവർ സമ്പാദിക്കുന്നു. പാത്രം നോക്കി ദാനം കൊടുക്കണമെന്ന് പറയും. ഒരു വ്യക്തിയുടെ അർഹത നോക്കിയിട്ടേ അയാൾക്ക് കൊടുക്കാൻ പാടും. നമ്മൾ സാധാരണക്കാർ പലപ്പോഴും ഇത് നോക്കാറില്ല. എന്നാൽ ഭഗവാൻ ഇത് കൃത്യമായി നോക്കും. അതുകൊണ്ടാണ് ഭഗവാൻ ഇച്ഛിക്കുന്നത് നമുക്ക് ലഭിച്ചാൽ അത് നമുക്ക് ഗുണം ചെയ്യുമെന്ന് പറയുന്നത്. കാരണം നമ്മുടെ പാത്രം നോക്കിയിട്ടാണ് ഭഗവാൻ ദാനം ചെയ്യുന്നത്. നമ്മുടെ യോഗ്യത അർഹത നോക്കിയിട്ടാണ് ദാനം ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് അഭീഷ്ടത്തിന് വേണ്ടിയാണോ, എന്ത് സിദ്ധിയെ ഇച്ഛിച്ചുകൊണ്ടാണോ നമ്മൾ ഭഗവാനെ ഭജിക്കുന്നത്, അതിനുള്ള യോഗ്യത ഭഗവാൻ നമുക്ക് ഉണ്ടാക്കി തരും. അപ്പൊ സിദ്ധി നമ്മൾ ആഗ്രഹിക്കുന്നത് വലിയൊരു കാര്യമാണ്, വലിയ മഹാത്മ്യമാണ് ആഗ്രഹിക്കുന്നത്. അതിനുള്ള യോഗ്യത നമുക്കില്ല. പക്ഷെ നല്ല ശുദ്ധമായ ഭക്തി നമുക്കുണ്ടെങ്കിൽ ഭഗവാൻ ആ ഭക്തിയെ സ്വീകരിച്ച് ആദ്യം നമ്മുടെ ഉള്ളിൽ ആ യോഗ്യതയെ വളർത്തും. ആ യോഗ്യത വളർത്താൻ എന്തെന്താ നമ്മളിപ്പോൾ വിശേഷ കാരണം ചെയ്യുന്നവനാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിശേഷമായ കാര്യങ്ങളെ ചെയ്യിക്കുന്നവനാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളെ ആ യോഗ്യത വളർത്താൻ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നമ്മളെ കൊണ്ട് ചെയ്യിക്കും. ചെയ്ത് നമ്മുടെ ഉള്ളിൽ ആ യോഗ്യത വളർത്തി നമ്മളെ അർഹരാക്കി മാറ്റും. അതിനുശേഷം നമ്മൾ എന്ത് സിദ്ധി ആഗ്രഹിച്ചുവോ, എന്ത് വിജയം ആഗ്രഹിച്ചുവോ, എന്ത് കഴിവ് ആഗ്രഹിച്ചുവോ അത് ഭഗവാൻ പ്രദാനം ചെയ്യും. ഈ സ്തോത്രം ജപിച്ചാലുള്ള ഗുണമാണത് ആപ്നുവന്തി ഷം. അവർ ഷം എന്നാൽ മംഗളം, മംഗളത്തെ നേടുന്നു, ജീവിതത്തിൽ വിജയത്തെ നേടുന്നു, ശുഭത്തെ നേടുന്നു. നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നമുക്ക് ലഭിച്ചാൽ ജീവിതം മംഗളപ്രദം തന്നെയാണ്. ആഗ്രഹിക്കപ്പെടുന്നതിനുള്ള യോഗ്യത നമുക്കുണ്ടായാൽ അത് ലഭിച്ചാൽ ദോഷവുമില്ല. അപ്പോൾ ഈ സ്തോത്രത്തെ ആരാദരവോടുകൂടി പഠിക്കുന്നു. ഇത് വിനായകാഷ്ടകം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ശങ്കരനാണ് ഇത് രചിച്ചിട്ടുള്ളത്. ശങ്കരന് ഇത് സൗഖ്യത്തെ നൽകി. അപ്പോൾ ഇത് രചിച്ചിട്ടുള്ള ശങ്കരന് ഇത് രചിച്ചത് കൊണ്ട് സൗഖ്യം ലഭിച്ചു. മംഗളപ്രദമായി ഇത് ആരാചരിക്കുന്നുവോ അവർക്കും ഇതിലൂടെ സൗഖ്യം ലഭിക്കുന്നതാണ്. ഭക്ത വിഘ്നനാശകമാണ്, ഭക്തന്റെ വിഘ്നത്തെ ഇല്ലാതെയാക്കുന്നതാണ്, എല്ലാ സിദ്ധികളെയും പ്രദാനം ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള ഈ സ്തവത്തെ ആര് പഠിക്കുന്നുവോ അവരുടെ എല്ലാ അഭീഷ്ട സിദ്ധികൾക്കും പാത്രമായി ഭവിക്കാൻ അവർക്ക് സാധിക്കും. അവർക്ക് മംഗളത്തെ ലഭിക്കും. ആപ്നുവന്തി ഷം എന്നാണ് ഫലശ്രുതി. അപ്പൊ ഇത്രയും ശ്രേഷ്ഠമായ സ്തോത്രമാണെന്നുള്ള ബോധത്തോടെ വേണം ഇത് ജപിക്കാൻ. ഒരു തവണ ജപിക്കുകയാണെങ്കിൽ പോലും ഈ ഭാവത്തിൽ ജപിച്ചാൽ ഭഗവത് പ്രസാദം ഉണ്ടാകും. അപ്പൊ നല്ല ശ്രദ്ധയോടുകൂടി ജപിക്കുക. ശ്രീവിനായകാഷ്ടകം ഹി ശങ്കരേണ നിർമ്മിതം ശങ്കരസ്യ സൗഖ്യദം ഭക്തവിഘ്നനാശകം യേ പഠന്തി സാദരം സമസ്ത സിദ്ധിദം സ്തവം തേ ത്വഭീഷ്ട സിദ്ധി പാത്രഭാവമാപ്നുവന്തി ഷം. ഇത് ശ്രീവിനായകാഷ്ടകം സമ്പൂർണം. അങ്ങനെ ശ്രീവിനായകന്റെ ഈ അഷ്ടകം സമ്പൂർണമാകുന്നു. ഓം തത്സത്. ഇതാണ് വിനായകാഷ്ടകം. 8 ശ്ലോകങ്ങളും ഒരു ഫലശ്രുതി ശ്ലോകം. ഇതിന്റെ അർത്ഥത്തെ നമ്മൾ ചെറുതായിട്ടൊന്ന് ധ്യാനിച്ചു. ഈ ധ്യാനത്തിലൂടെ നമുക്ക് കിട്ടുന്ന ഫലം എന്താ? ഭഗവാന്റെ അനുഭൂതിയാണ്. സത്സംഗങ്ങളിലൂടെ നമുക്ക് എപ്പോഴും ലഭിക്കുന്നത് ഭഗവത് അനുഭൂതിയാണ്, ഭക്തിയാണ്. ആ ഭഗവത് അനുഭൂതി നിലനിർത്താൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇത്തരം വിചിന്തനങ്ങൾ നടത്തുന്നത്. അല്ലാതെ ഇതിൽ നിന്നും മറ്റെന്തെങ്കിലും നേടാൻ വേണ്ടിയല്ല. ഭക്തി ഉണ്ടാക്കാനും ഭഗവത് അനുഭൂതി ഉണ്ടാക്കാനും നമുക്ക് സാധിച്ചാൽ ബാക്കിയെല്ലാം സ്വാഭാവികമായി സംഭവിക്കും. അതിനായിട്ട് പരിശ്രമിക്കേണ്ട. അപ്പോൾ ഇത്തരം സ്തോത്രങ്ങളെ ശ്രവിക്കുന്ന സമയത്ത് ഭഗവാനെ നമ്മൾ ഉള്ളിലേക്ക് സ്വീകരിക്കുകയാണെന്നുള്ള ഭാവത്തിൽ ഇരിക്കുക. ശ്രദ്ധയോടുകൂടി ശ്രവിക്കുക. അപ്പം ഇതിൻ്റെ അർത്ഥമൊക്കെ പിന്നീട് ഓർമ്മയുണ്ടാവണം എന്ന് പോലും നിർബന്ധമില്ല. ചൊല്ലുന്ന സമയത്ത് അർത്ഥം അറിയാതെ ചൊല്ലിയാലും കുഴപ്പമില്ല, ചൊല്ലണമെന്ന് പോലുമില്ല. കേൾക്കുന്ന സമയത്തെങ്കിലും ശ്രദ്ധയോടുകൂടി കേട്ടാൽ ഭഗവാനെ നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവന്ന് ഭഗവത് അനുഭൂതിയെ സിദ്ധിക്കാൻ നമുക്ക് സാധിക്കും. അപ്പം അതിനു വേണ്ടി ആയിരിക്കണം. എന്നിട്ട് ചൊല്ലുകയാണെങ്കിൽ അതേ ശ്രദ്ധയോടെ ചെല്ലുക, ഭാവത്തോടെ ചെല്ലുക. അർത്ഥം അറിഞ്ഞില്ലെങ്കിൽ പോലും ഇത് വിനായകനുള്ളതാണ്, ഇത് വിനായകൻ, ആ ഭഗവാന്റെ മഹിമയാണിതെന്ന് പറഞ്ഞ് അത്രയും ആദരവോട് കൂടി ചെല്ലിയാൽ ഭഗവാൻ മനസ്സിലാക്കിക്കൊണ്ട് ഇതിൻ്റെ അർത്ഥം ഗ്രഹിക്കാനുള്ള സാമർഥ്യവും നമുക്ക് നൽകും.
അതാണ് പാത്രമാക്കും നമ്മൾ. അതിൻ്റെ അർത്ഥം ഗ്രഹിച്ചുകൊണ്ട് അതിലൂടെ ശ്രേഷ്ഠതയെ ഭഗവാൻ നമുക്ക് നൽകും. അപ്പം നമുക്ക് ആദ്യം അർത്ഥം ഗ്രഹിക്കാൻ പറ്റും, അർത്ഥം ഗ്രഹിച്ച് ചൊല്ലിയാൽ ഉണ്ടാകുന്ന ഫലങ്ങളും പിന്നീട് ലഭിക്കും. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ആ വിഘ്നേശ്വരനെ എല്ലാവരും മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമിക്കുക. ഈ വിനായകാഷ്ടകത്തിൻ്റെ എളിയ വ്യാഖ്യാനം ജഗത്തിനു മുഴുവൻ ഏകനാഥനായിരിക്കുന്ന ലംബോദരനായ പാർവതീതനുജനായ ശിവസുതനായ ആ സ്കന്ദസോദരനായിട്ടുള്ള ശാസ്താസോദരനായിട്ടുള്ള ആ മഹാഗണപതിയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഭഗവാനെ വിഘ്നേശ്വര ശ്രീ ഗണേശായ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഉഷാ ഗുരുവായൂരപ്പ നാരായണ. ഹരി ഓം.